Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് റിൻഡു സെബാസ്റ്റ്യൻ. Welcome to Hindu Editorial Analysis of 7th April 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ സെഷൻ റെഗുലറായിട്ട് പോകുന്ന രീതി നിങ്ങൾക്കറിയാം. ആദ്യം തന്നെ നമ്മൾ കോഡ് ഫോർ ദ ഡേ പറയുന്നു. അതിനുശേഷം നമ്മൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ വൊക്കാബിലോട്ട് പോവാണ്. നമ്മുടെ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ്, വൺ വേർഡ്സ് ഉണ്ടെങ്കിൽ വൺ വേർഡ്സിലോട്ട് പോകുന്നു. അതിനുശേഷം നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകുന്നു. ദെൻ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കുന്നു, ടോൺ ഓഫ് ദ പാസേജ് നോക്കുന്നു. ആൻഡ് നമ്മൾ അതിനുശേഷം നമ്മുടെ അതിലുള്ള വൊക്കാബും ഗ്രാമർ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ ഹോം വർക്ക് ഇന്നലത്തേലോട്ട് പോകുന്നു ആൻഡ് ഇന്നത്തെ ഹോം വർക്ക് നോക്കുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും, അതല്ലാതെ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്യാൻ, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് റീബിൽഡ് ചെയ്തെടുക്കാൻ, ഒന്നുകൂടെ സെറ്റ് പാച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഞാൻ പറഞ്ഞല്ലോ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഉഷാറായിട്ടിരിക്കുന്നോ? ഉഷാറായിട്ടിരിക്കുന്നു എല്ലാവരും? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് രണ്ടും അനലറ്റിക്കലായ ആർട്ടിക്കിളാണ്. രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഏത് വേണമെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ടു ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ഫൈനലി ഞാൻ ചെയ്തു. രണ്ടും നമുക്കറിയാം, എപ്പോഴും ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ്, എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ സെഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തുകൊണ്ട് ഹിന്ദു എഡിറ്റോറിയൽ നമ്മൾ വായിക്കണം, അല്ലെങ്കിൽ ഹിന്ദു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യണം എന്നുള്ളത്. ഒരു കോമ്പറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, എപ്പോൾ ഒരു ക്വസ്റ്റൻ വൊക്കാബിളിൽ നിന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഇനി എറർ സ്പോട്ടിംഗ് ഗ്രാമർ ഇംഗ്ലീഷിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സെയിം സെൻറ്റൻസ് കോപ്പി ചെയ്ത് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. സോ ഇറ്റ്സ് എല്ലാ കോമ്പറ്റീവ് എക്സാംസിനും കേട്ടോ, അതിപ്പോൾ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിലും സെൻട്രൽ ലെവൽ എക്സാംസിലും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വായനയോട് നമുക്ക് കിട്ടുന്നൊരു, നമ്മൾ പോലും അറിയാതെ നമ്മൾ പോലും ഈ ക്ലാസ്സുകളിലൂടെ നമുക്ക് വൊക്കാബ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. ഇറ്റ് ഹാപ്പൻസ് അൺനോയിങ്ലി. അത് വളരെ ഒരു ഗുണപരമായ ഒരു കാര്യമാണ്. ദ സെക്കൻഡ് തിങ് ഇസ്, ഈ ഹിന്ദു എഡിറ്റോറിയൽ വായിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാത്രമല്ല പഠിക്കുന്നത്, CA കമ്പൈൻ വിത്ത് ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോളജ് കൂടെ കിട്ടുകയാണ്. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ഇറ്റ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. യു റീഡ് ഇറ്റ് റിപ്പീറ്റഡ്ലി. നമ്മൾ റിക്കറൻ്റ് ആയിട്ട് പോകണം, എല്ലാ ദിവസവും വായിച്ച് പോകണം. ദാറ്റ്സ് മൈ സജഷൻ ടു യു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് വെൻ ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ്. നമുക്കറിയാമല്ലേ, നമ്മുടെ ഇടയിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ റിയാലിറ്റി ഷോസ് വന്നപ്പോൾ നമുക്കറിയാം എത്രത്തോളം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ആർട്ടിസ്റ്റുകൾ എന്തോരം ഉണ്ട് നമ്മുടെ കേരളത്തിൽ. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഒരുപാട് കലാകാരന്മാർ നിറഞ്ഞ ഒരു നാടാണ് കേരളം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ നോക്കിയാൽ ടാലൻറ്റഡ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. ബട്ട് ഇഫ് ദ ടാലൻറ്റ് ഡസൻറ്റ് വർക്ക്, നമ്മൾ ടാലൻ്റ് കൊണ്ട് മാത്രം നിന്നിട്ട് കാര്യം, നമ്മൾ പോലെ കലാകാരന്മാരായിട്ട് കാര്യമൊന്നുമില്ല. ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പം വെറുതെ കലാകാരന്മാരായിട്ടിട്ട് കാര്യമില്ല, നമുക്കതിനുള്ള അവസരം കിട്ടണം. ഇഫ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡു സംതിങ്, എന്തായാലും നമ്മൾ സക്സസ്ഫുൾ ആവുള്ളൂ അല്ലേ. പലരും അങ്ങനെയാണ്. അപ്പോൾ ഓർക്കണം, എവിടെയാണോ നമ്മുടെ ടാലൻറ്റ് തോറ്റു പോകുന്നത്, എവിടെയാണോ നമ്മുടെ ടാലൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത്, അവിടെ ഹാർഡ് വർക്കിന് ബീറ്റ് ചെയ്യാൻ പറ്റും ടാലൻറ്റിനെ. സോ മേക്ക് ഷുവർ, ടാലൻറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യം, ടാലൻറ്റ് ഉള്ളവരാണെങ്കിൽ ഗുഡ് വർക്ക്, നല്ല കാര്യം, അതിൻ്റെ കൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് കൂടി ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രയത്നം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്യാം. ഇനി ടാലൻറ്റ് ഉണ്ടായിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഹാർഡ് വർക്കുള്ള ആൾക്കാർ, മിടുക്കന്മാരും മിടുക്കുകളും മുന്നിൽ കയറിപ്പോവും. അത് ഓർത്തോണം. സോ ടാലൻറ്റ് വെറുതെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ തുരുമ്പ് പിടിപ്പിച്ച് കളയരുത് എന്നാണ് ഇന്നത്തെ കോട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് അവർ മെസ്സേജ് ഫോർ ടുഡേ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ആർട്ടിക്കിളാണുള്ളത്. രണ്ടും അനാലിറ്റിക്കലാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ വിമൻ ആൻഡ് ചിൽഡ്രൻ വെൽഫെയറിനെ പറ്റി, എസ്പെഷ്യലി കുട്ടികളെ പറ്റിയാണ്, ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെ പറ്റിയൊക്കെയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ. ആൻഡ് റിലേറ്റഡ് ടു ദാറ്റ് അനാലിറ്റിക്കൽ പാർട്ടായിട്ട് അത് പോകുന്നു. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു ആസ്പെക്ട് വരുന്നത്, മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതെന്തുകൊണ്ട് വന്നില്ല എന്ന് ഞാൻ കുറേ നാളായി ആലോചിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് അബൌട്ട് ദ ഡാം സെക്യൂരിറ്റി, സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ കൃത്യമായിട്ട് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടും അത് എടുത്തു പറയുന്നത് നമ്മുടെ ഇതിനെ പറ്റിയാണ്, നമ്മുടെ
മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി എത്രത്തോളം സേഫ്റ്റി ഇമ്പോർട്ടൻ്റ്, വെള്ളം ഉയരും തോറും ഇന്ന അടി അല്ലേ 152 അടിയൊക്കെ ആയാൽ നമുക്ക് പ്രശ്നമാണ്. കാരണം 144 അടിയിൽ കൂടുതലൊക്കെ വന്നാൽ നമ്മുടെ അതിൻ്റെ എന്താ പറയുക ഇമ്മ്യൂണിറ്റി നഷ്ടമാവും. അത് കഴിഞ്ഞിട്ടുണ്ട് താങ്ങാൻ പറ്റില്ല, വെള്ളം താങ്ങാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ വെള്ളം തമിഴ്നാടോട് ഉപയോഗിക്കുന്നു. അപ്പോൾ 2 സ്റ്റേറ്റ് തമ്മിൽ നല്ല ചർച്ച ചെയ്തിട്ട് നമുക്ക് മുല്ലപ്പെരിയാറിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ കേരളക്കാർക്ക് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സംഭവമൊന്നുമല്ല. സോ ആ ആർട്ടിക്കിളാണ് അബൌട്ട് ദ ഡാം സെക്യൂരിറ്റി. എത്രത്തോളം മഴയൊക്കെ വരുമ്പോൾ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യും, കേരളത്തിന് എത്രത്തോളം ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് റെയിൻ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു അനലിറ്റിക്കലായ ആർട്ടിക്കിൾ ആണ് നമ്മൾ ഡിസ്കസ് ഉള്ളത്. അപ്പോൾ ഗിവ് ഇറ്റ് എ റീഡ് കേട്ടോ. വളരെ സിമ്പിൾ റീഡാണ്, സർഫസ് റീഡിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ആർട്ടിക്കിളുള്ളൂ. പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്ന ചിൽഡ്രൻ സെക്യൂരിറ്റി, സേഫ്റ്റിയെ പറ്റിയുള്ള, കുട്ടികൾക്ക് പറ്റിയുള്ള ആർട്ടിക്കിളാണ് കേട്ടോ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. ചൈൽഡ് ലൈനെ പറ്റിയൊക്കെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ വൊക്കാബ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വൊക്കാബിലോട്ട് പോകാം. ഇഡിയംസ്, ഫ്രേസസ്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ ഇഡിയം ഫോർ ദ ഡേ അല്ലെങ്കിൽ ഫ്രേസ് ഫോർ ദ ഡേ, ഫ്രേസൽ വേർബ് നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ന്യൂ ടു യു, നിങ്ങൾക്ക് പുതിയതായിട്ടൊന്നുമല്ല. ഹാൻഡ് ഓവർ. ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെ. ക്രിമിനൽസിനൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറയും, അല്ലെ ഡോക്യുമെന്റ്സ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാന്നൊക്കെ പറയും. കേട്ട് പരിചയമുള്ള സ്ഥിരമായ ഒരു വാക്കാണ്, യൂസേജ് ആണ്. പാസ് റെസ്പോൺസിബിലിറ്റി ടു സംബഡി എൽസ്, വേറൊരാളിലേക്ക് കൈമാറ്റുക. പവർ ഹാൻഡ് ഓവർ ചെയ്യാന്നും പറയും. അതായത് റെസ്പോൺസിബിലിറ്റി, ഇനിയിപ്പോൾ ഉത്തരവാദിത്തം നിന്റെ കയ്യിലാട്ടോ, എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഐ എം ഗിവിംഗ് ഇറ്റ് ടു യു. ദാറ്റ് മീൻസ് ദ റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻ യുവർ ഹാൻഡ് നൗ. ഇപ്പം നിന്റെ കയ്യിലാണ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോണം. ദാറ്റ് ഈസ് ഹാൻഡ് ഓവർ. നമ്മളങ്ങനെ അതാണ് ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. നമ്മൾ കൈകാര്യം ഇപ്പോൾ അത് എന്താ പറയുക, നമ്മൾ ഒരാളിലോട്ട് പാസ് ഓവർ ചെയ്യാണ്. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്, ഹാൻഡ് ഓവർ കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അടുത്തത് പിക്കപ്പ്. എക്സാംസിനെ പറ്റിയാണോ ഡിസ്കഷൻ? ഓക്കെ, പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മീനിങ് ഉണ്ട് പിക്കപ്പിന്. ഒരു മീനിങ് ലിഫ്റ്റ് ചെയ്യുക അല്ലെ, ഒരു കാര്യം നമ്മൾ പിക്കപ്പ് ചെയ്യുക. പിക്കപ്പ് ട്രക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പിക്കപ്പ് ട്രക്ക്, ഒരു സാധനം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതാണ് പിക്കപ്പ് ഒരർത്ഥം. രണ്ടാമത്തെ പിക്കപ്പ് ചെയ്യുക, ഐ പിക്ക് ഹിം അപ്പ്, ഞാൻ അവനെ പോയി കൂട്ടിയിട്ട് വരാം. ഐ പിക്ക് ഹിം അപ്പ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ, ഐ പിക്ക് ഹിം അപ്പ് ഫ്രം ദ എയർപോർട്ടിൽ നിന്ന് ഞാൻ അവനെ കൂട്ടിക്കോളാം. അപ്പോൾ പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ഫെച്ച് എ പേഴ്സൺ അല്ലേ, ഒരാളെ നിങ്ങൾ കൊണ്ടുവരികയാണ്, കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക, വീട്ടിലോ എവിടെയാണോ അവിടെ കൊണ്ടുപോയി നിങ്ങൾ ഒരാളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരിക. ദാറ്റ് ഇസ് ഫെച്ച്, കൊണ്ടുവരിക, ഫെച്ച് ചെയ്യുക എന്ന് പറയും. അത് എസ്പെഷ്യലി നമ്മളൊരു കാറിൽ അങ്ങനെ മോട്ടോർ വെഹിക്കിളിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പിക്കപ്പിൻ്റെ അർത്ഥം. ആൻഡ് ദ അതർ വൺ പിക്കപ്പ് ചെയ്യാം. പിക്കപ്പ് ദ കറേജ് ടു ഡു ഇറ്റ്. ഓക്കെ, പിക്കപ്പ് ദ സ്ട്രെങ്ത് എന്നൊക്കെ ഉണ്ടാവും. ഗെയിൻ എന്നൊരർത്ഥമുണ്ട്. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഗെയിൻ എന്ന അർത്ഥമാണ്. പക്ഷേ ഈ 3 അർത്ഥവും പഠിച്ചു വെച്ചോണം. ലിഫ്റ്റ് ചെയ്യുക, ഫെച്ച് ചെയ്യുക, ഗെയിൻ ചെയ്യുക. പിക്കപ്പിന് 3 അർത്ഥമുണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്തത് സെറ്റ് ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ട്, അറേഞ്ച് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക, ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, ബിഗിൻ ചെയ്യുന്നൊരർത്ഥമുണ്ട്. അല്ലാതെ അറേഞ്ച് ചെയ്യാന്നൊരർത്ഥമുണ്ട്. ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക എന്നൊക്കെയാണ് സെറ്റ് ഔട്ടിൻ്റെ വേറൊരു അർത്ഥം. അപ്പോൾ ഇന്ന് സെറ്റ് ഔട്ട് അറേഞ്ച് എന്ന മീനിങ്ങിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാന്നൊരു അർത്ഥവും വരും. ബട്ട് സെറ്റ് ഔട്ടിന് പറയുമ്പോൾ സ്റ്റാർട്ട് എ ജേർണി എന്നൊരു അർത്ഥത്തിലാണ് വരിക, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നൊരു അർത്ഥവും വരും. ഓക്കെ, അജിത്ത് നമ്മുടെ യജ്ഞ ബാച്ച് തുടങ്ങാൻ പോകുന്നത് 26-ാം തീയതിയാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ സ്റ്റോറിൽ കയറി, വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ സ്റ്റോറിൽ കയറി നോക്കിയാൽ, ആപ്പിലെ സ്റ്റോറിൽ കയറി നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇന്ന് ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഓഫ് കോഴ്സ് കോൺടാക്ട് നമ്പർ ഉണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും കോൺടാക്ട് നമ്പർ. ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ഞാൻ നമ്മുടെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ തരാം. ഒരു സെക്കൻഡ്, ഞാൻ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ഒന്ന് എടുത്തോട്ടെ. എനിക്ക് എവിടെയാണ് ഉള്ളതെന്നൊരു ഓർമ്മയില്ല. ഗിവ് ഇറ്റ്. ഓക്കെ, തരാം കേട്ടോ. അപ്പോൾ അടുത്തത് ദ ലെറ്റർ ഓഫ് ദ ലോ തരാട്ടോ. അജിത്തെ പോരുത്, ഞാൻ തരാം. ദ ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദ ലെറ്റർ ഓഫ് ദ ലോ, എക്സാക്ട്ലി വാട്ട് ദ ലോ സെസ്. അപ്പോൾ എന്താണോ നിയമം അനുശാസിക്കുന്നത്, കറക്റ്റ് വ്യക്തമായിട്ട് ലോ എന്ന് പറയുന്നു, അതിനെ നമ്മൾ പറയുന്ന ഒരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് ദ ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറഞ്ഞാൽ. അതായത് കൃത്യമായിട്ട് ലോയിൽ എഴുതപ്പെട്ടിരിക്കുന്നതോ അത്.
അത് അണുവിട വ്യത്യാസമില്ലാതെ എന്നൊക്കെ പറയില്ലേ, അതിനാണ് ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറയാം. ആൻഡ് സ്റ്റാറ്റസ് കോ നിങ്ങൾക്ക് പുതിയ കാര്യമൊന്നുമല്ല. സ്റ്റാറ്റസ് കോ മീൻസ് എക്സിസ്റ്റിംഗ് അഫയേഴ്സ്. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ, അതിന് നമ്മൾ പറയും സ്റ്റാറ്റസ് കോ എന്ന് പറയും കേട്ടോ, അത് ഓർത്തോണേ. ആൻഡ് സ്റ്റിക്ക് ടു സംതിങ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോണേ. സ്റ്റിക്ക് ടു സംതിങ് എന്ന് പറഞ്ഞ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്കാണ്. സ്റ്റിക്ക് ടു സംതിങ് മീൻസ് കണ്ടിന്യൂ ഡൂയിങ് സംതിങ്. ആ കാര്യത്തോട് നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത് തന്നെ നമ്മൾ കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ സ്റ്റിക്ക് ടു സംതിങ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സ്റ്റിക്ക് ടു സംതിങ്. സ്റ്റിക്ക് ടു, ഓക്കെ. സ്റ്റിക്ക് ടു യുവർ ഐഡിയ, സ്റ്റിക്ക് ടു യുവർ വേർഡ്, സ്റ്റിക്ക് ടു യുവർ പ്രോമിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ സ്റ്റിക്ക് ടു ദ വർക്ക് എന്നൊക്കെ പറയും. സ്റ്റിക്ക് ടു ദി ജോബ് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, സോ അത്. ആൻഡ് അടുത്തത് ക്രോപ്പ് അപ്പ് കേട്ടോ. അടുത്ത ക്രോപ്പ് അപ്പ്, പുതിയ വാക്കായിരിക്കും ക്രോപ്പ് അപ്പ്. ക്രോപ്പ് അപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹാപ്പൻ അൺഎക്സ്പെക്റ്റഡ്ലി, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഈസ് ക്രോപ്പ് അപ്പ്. ഓർത്തോണേ, ക്രോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയി ഹാപ്പൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ പറയും ക്രോപ്പ് അപ്പ് എന്ന് പറയും. മറക്കണ്ട കേട്ടോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ ക്രോപ്പ് അപ്പ് എന്ന് പറയും. ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഓർത്തോണം, ഹാൻഡ് ഓവർ, പിക്കപ്പ്, സെറ്റ് ഔട്ട്, ദ ലെറ്റർ ഓഫ് ദ ലോ, സ്റ്റാറ്റസ് കോ, സ്റ്റിക്ക് ടു, ക്രോപ്പ് അപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ യെസ്. ഞാനിപ്പോൾ തരാം കേട്ടോ, ഞാൻ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അജിത്തെ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളാം. ആൻഡ് ഇത് പഠിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്, ക്രോപ്പ് അപ്പ് പുതിയതായിരിക്കും നിങ്ങൾക്ക്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്, നമ്മൾ നേരത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്ത വാക്കുകൾ തന്നെയാണ്. ഓക്കെ, ഓ താങ്ക് യു. ആപ്പിലുണ്ട് കേട്ടോ, ശ്രീദേവി പറഞ്ഞു. താങ്ക് യു ശ്രീദേവി. ആപ്പിലുണ്ട് കസ്റ്റമർ കെയർ നമ്പർ കേട്ടോ. ആപ്പ് ഉണ്ടല്ലോ അജിത്തെ ആപ്പിലൊന്ന് നോക്കണേ, കാരണം എൻ്റെ അടുത്ത് നമ്പർ കാണുന്നില്ല. ആപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ. അതെ, നമ്മുടെ ഇതില്ലേ, ഞാൻ പറഞ്ഞുതരാം. ആപ്പിൽ ആ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് എടുത്ത് നോക്കുക. ആപ്പിൽ സ്റ്റോറിൽ കയറിയിട്ട് ലൈവ് ക്ലാസ് എടുക്കുക കേട്ടോ അജിത്തെ. ആ ലൈവ് ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടും, മറ്റേ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ. ആ ക്ലാസ്സിൽ യജ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്ത് പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ ഫോർ ക്വയറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, നമ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എനിക്ക് കസ്റ്റമർ കെയർ കിട്ടും, അവരോട് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. കംപ്ലീറ്റ് സംഭവം ഇത്രേ ഉള്ളൂ. 26-ാം തീയതി ആരംഭിക്കുകയാണ് നമ്മുടെ യജ്ഞ ബാച്ച്. മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. നമ്മൾ ജൂൺ മാസത്തെ എക്സാംസ് വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ബാച്ച്, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു വിടുന്ന ഒരു ബാച്ചാണ്. സോ അതാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ക്ലാസ് ഡെയിലി 2 ക്ലാസ് വെച്ചിട്ട് ഉണ്ടാവും, അല്ല 3 ക്ലാസ് വെച്ചിട്ടുണ്ടാവും, സോറി 2 അല്ല 3 ക്ലാസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ 17% ഡിസ്കൗണ്ട് ഉള്ളവരെ നിങ്ങൾക്ക് എല്ലാം അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് എടുക്കണമെങ്കിൽ ഇപ്പോൾ പറ്റിയ സമയമാണ്. കോഡ് ഉപയോഗിക്കാം, Y314, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഡ് ഉപയോഗിച്ചാൽ 17% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. കോഡ് ഉപയോഗിക്കുക, എൻ്റെയോ ആരുടെയോ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ അവൈൽ ചെയ്യാം. നമ്മുടെ ESIC SSOൻ്റെ ബാച്ച് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് April 18-ാം തീയതി കേട്ടോ. ഇപ്പോൾ കുറച്ച് തിരക്കാണ് നമുക്ക്, അതുകൊണ്ട് നമ്മുടെ SSCയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ SSOൻ്റെ ബാച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. April 18-ാം തീയതി നമ്മൾ ആരംഭിക്കും, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേന്ന്. അതിൻ്റെ തൊട്ട് പിറ്റേന്ന് നമ്മുടെ ഇംഗ്ലീഷ് പ്രോ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യും. സോ April 18-ന് നമ്മൾ ESIC SSO ആരംഭിക്കും. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാത്തവർക്ക് സമയമുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ April 12-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നത് April 12-നാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക. ESIC SSOയ്ക്ക് നല്ല ഇതാണ്, ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ മതി, മാനേജറിക്കൽ പോസ്റ്റാണ്. ഞാൻ പറഞ്ഞു 49,500, അതാണ് 49,500 റുപ്പീസാണ് തുടക്കത്തിലെ ശമ്പളം. നല്ല പേ സ്കെയിലാണ്. മാത്രമല്ല ജോലി നല്ല അടിപൊളി ജോലിയാണ്, പ്രൊമോഷനുണ്ട്. മാത്രമല്ല അത് 3 ഫേസിൽ എക്സാം നടക്കുക. ആദ്യത്തെ ഫേസിൽ ഇംഗ്ലീഷും മലയാളം റീസണിങ് മാത്രം കൊടുത്താൽ മതി. സെക്കൻഡ് ഫേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ എക്കണോമിക്സിലെ കുറച്ച് കൂടെ ക്വസ്റ്റൻസ്, CA വരുന്നുണ്ട് അവിടെ, മനസ്സിലായോ, GA വരുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞതിന് ശേഷം തേർഡ് പാർട്ടിൽ കമ്പ്യൂട്ടർ നിങ്ങളുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കൂടെ ഉണ്ടാവും. സോ അങ്ങനെയാണ് ഇത് പോകുന്നത് കേട്ടോ. ആൻഡ് നമ്മുടെ RRC ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകൾ 12-ാം തീയതി ആരംഭിക്കുകയാണ്. 3 ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മളെല്ലാം 3 ക്ലാസ്സുകൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യും. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒരുപോലെ അവൈലബിൾ ആണ്, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സിനോണിംസ് വെച്ചിട്ടല്ലേ. നമുക്ക് സിനോണിംസ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങളുടെ സെൻറ്റൻസസ് ഒന്ന് നോക്കട്ടെ. യാ, ഓക്കെ, ഓൾറൈറ്റ്. മെയിൻസിന് വേണ്ടി പറ്റും. മെയിൻസിന് വേണ്ടിയിട്ടും ഒരു പ്രശ്നമില്ല, ഇതിൽ പഠിക്കുന്നതിന് കുഴപ്പമില്ല. എനിക്കറിയാം ബ്ലാക്ക് ലെവർ കുറേ നാളായി നമ്മുടെ ബാങ്കിങ്ങിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മെയിൻസ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ബേസിക്സ് ടു സ്റ്റാൻഡേർഡ് ലെവൽ തന്നെ, അഡ്വാൻസ് ലെവലിൽ തന്നെയാണ് ഡിസ്കസ് ചെയ്ത് വിടാൻ പോകുന്നത് കേട്ടോ. SRH handed over the captaincy to Kane, for they thought
തോട്ട് എന്തിനാ സെമിക്കോളൻ ഹരിയെ അത് വേണ്ട. ദേ തോട്ട് ഹി വുഡ് പിക്ക് അപ്പ് ദ കപ്പ് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. SRH handed over the captaincy to Kane, for they thought he would pick up the cup. കേട്ടോ. സ്റ്റാറ്റസ് കോ സെന്റൻസ് എക്സാമ്പിൾ പറയും. ഇത് പറയാ the welfare scheme is working എന്താ with the status quo. സ്റ്റാറ്റസ് കോ പോലെ എക്സിസ്റ്റിംഗ് രീതിയിൽ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. സാധാരണ ആ രീതിയിൽ തന്നെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് പറയും. മനസ്സിലാവും. അല്ലെങ്കിൽ ഇൻ ദ സ്റ്റാറ്റസ് കോ എവറിത്തിങ് ഇസ് ഫൈൻ എന്നൊക്കെ പറയാം. അങ്ങനെ we should stick to our goals. All right. Virat Kohli had to hand over the captaincy to Rohit Sharma after the failure in T20 World Cup. Okay. Summer rains crop up in Kerala heavily. Yes. Beware of had conditional sentence explain ചെയ്ത് തരാവേ തെറ്റു ഇപ്പോഴല്ല. ക്ലാസ് ഞാൻ എൻ്റെ ഒരു റെഗുലർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ഓർമ്മിപ്പിച്ചാൽ മതി, ഇപ്പോഴല്ല ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. കാരണം ഇത് കണ്ടീഷണൽ സെൻറ്റൻസ് സിമ്പിളാണ് സംഭവം. പക്ഷെ ആ ക്ലാസ് ടെൻസിനെ പറ്റി അത്യാവശ്യം ഒരു ഐഡിയ ഇല്ലെങ്കിൽ കിട്ടില്ല. ഈ ക്ലോസിൻ്റെ പ്രത്യേകിച്ച് ടെൻസിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാം. പക്ഷേ ഒന്നെങ്കിൽ ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ റെഗുലർ ക്ലാസ്സിൻ്റെ സമയത്ത്. അപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം എന്നൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഹി ക്രോപ്പ് അപ്പ് വിത്ത് an accident last week. He cropped up ലാസ്റ്റ് വീക്ക് അല്ലേ, അപ്പോൾ പാസ്റ്റ് ടെൻസ് വേണ്ട വരുന്ന ഇതു ഹി ക്രോപ്ഡ് അപ്പ്. ക്രോപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ക്രോപ്ഡ് ആണ്. ക്രോപ്ഡ് അപ്പ് എടുക്കാം കേട്ടോ. And a few of these names seem to crop up quite frequently. Okay. No. Okay. വരും ബ്ലാക്ക് ലവർ. യെസ് വെയിറ്റ് ഫോർ ദാറ്റ്. ഓക്കെ ഞാൻ കള്ളം പറയുന്നില്ല. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സിനോണിംസിലോട്ട്. സോ ഫസ്റ്റ് വേർഡ് ഇസ് ഡിസ്ട്രസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പം ഈ ഡിസ്ട്രസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡിസ്ട്രസ് വെച്ചിട്ട് ഈ ഒരു ഇഡിയമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഡാംസൽ ഇൻ ഡിസ്ട്രസ് ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇവിടെ? ഡാംസൽ ഇൻ ഡിസ്ട്രസ് ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. എ യങ് വുമൺ ഇൻ ട്രബിൾ എന്നുള്ള യൂസേജ് ആണ്. എ ഡാംസൽ ഇൻ ഡിസ്ട്രസ്, അതായത് ട്രബിളിലുള്ള, അപ്പോൾ ഡിസ്ട്രസ് എന്ന് പറഞ്ഞാൽ പെട്ടിരിക്കുന്ന അവസ്ഥ, ആങ്ക്വേഷ്, സഫറിങ്, പെയിൻ എന്നൊക്കെ. പക്ഷേ ഈ ഡിസ്ട്രസ്സിന് വേർബായിട്ട് ഉപയോഗിക്കാം. ഡോണ്ട് ഡിസ്ട്രസ് ഹിം, ഡോണ്ട് അപ്സെറ്റ് ഹിം, ഡോണ്ട് ഗ്രീവ് ഹിം. അവനെ വേദനിപ്പിക്കില്ല, അവനെ ആകെപ്പാടെ വേദനിപ്പിക്കല്ലേ. ഡിസ്ട്രസ് ഇസ് എ വേർബ് ആസ് വെൽ കേട്ടോ. നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഡിസ്ട്രസ് എന്നുള്ളത്. ഒരേ മീനിങ് തന്നെയാണ്, ഒരു ഇതുമില്ല. നൗണായിട്ട് ഉപയോഗിക്കും, വേർബായിട്ട് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. സംഭവം സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഓർത്തോണേ, ഡാംസൽ ഇൻ ഡിസ്ട്രസ് എന്നുള്ള ഒരു ഇഡിയമുണ്ട്. അറിയില്ലാത്തവർ ഓർത്തോളൂ. എ യങ് വുമൺ ഇൻ ട്രബിൾ എന്നാണ് എൻ്റെ മീനിങ്. ഓക്കെ, ഇഡിയമാണ് ഇഡിയം. അടുത്ത വാക്ക് ഇസ് ഇൻറ്റൻറ്റ്. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എയിം, പേർപ്പസ്, ഒബ്ജക്റ്റീവ് അല്ലേ. ഐ ഡോണ്ട് ഇൻറ്റൻറ്റ് ടു, കേട്ടിട്ടുണ്ടോ? ഇൻറ്റൻറ്റ് എന്ന വാക്കിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നൗണായിട്ട് ഉപയോഗിക്കും, വേർബായിട്ടല്ല, അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ മാറ്റിത്തരാം. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ. ഐ ഡോണ്ട് ഇൻറ്റൻറ്റ് ടു ഡു ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഐ ഡിഡ്ന്റ് തോട്ട് ഓഫ് ഡൂയിങ് ഇറ്റ്, ഐ ഡിഡ്ന്റ് തിങ്ക് ഓഫ് ഡൂയിങ് ഇറ്റ്, ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടില്ലേ. അതാണ് ഈ ഇൻറ്റൻറ്റിൻ്റെ അർത്ഥം. ഒരു ഇൻറ്റൻറ്റ് ഇസ് നൗൺ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞ ഇൻറ്റൻറ്റ് എയിം, പേർപ്പസ്, ഒബ്ജക്റ്റീവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലാതെ നമ്മൾ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലും ഇൻറ്റൻറ്റ് ഉപയോഗിക്കും. ഡിറ്റർമിൻഡ് ആണ് എന്നൊക്കെ പറയാം. വളരെ ഡിറ്റർമിൻഡ് ആണ്, റെസൊല്യൂട്ട് ആണ്, ചെയ്തിരിക്കും എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ രണ്ടർത്ഥം ഉണ്ടോ എന്ന് ഓർത്ത് വെച്ചോണം. ഒന്ന് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ അർത്ഥം ഇൻറ്റൻറ്റിന് എയിം, പേർപ്പസ് എന്നുള്ളത്. അല്ലാതെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട്, ഡിറ്റർമിൻഡ് എന്നുള്ള അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണം. ഓൾ റൈറ്റ്. ആൻഡ് അടുത്ത വാക്ക് ഈസ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ അക്കൗണ്ടബിൾ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടബിൾ, യു ആർ അക്കൗണ്ടബിൾ ഫോർ ദിസ്. ഇതിന് നീയാ ഉത്തരവാദിത്വം പറയേണ്ട കേട്ടോ. ഇത് നിന്റെ പണിയാണ്, നീയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. യു ആർ ആൻസറബിൾ ടു ദിസ്. കേട്ടിട്ടുണ്ടായിരിക്കും. അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് അക്കൗണ്ടബിൾ എന്നുള്ളത്. സോ അക്കൗണ്ടബിൾ എന്ന അഡ്ജക്റ്റീവിൻ്റെ നോൺ ഫോർമുലേഷനാണ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഈസ് യോഴ്സ് എന്നല്ല അർത്ഥം. അതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ,
adjective ആണ്, accountable, responsible adjective ആണ്, liable adjective ആണ്, answerable adjective ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ity ഇട്ട് കൊടുത്താൽ, അല്ല ആ ഈ മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ity ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? ഇതിൻ്റെയൊക്കെ noun formulation കിട്ടും. അതൊരു സഫിക്സ് ആണ് കേട്ടോ. ലയബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ആൻസറബിലിറ്റി ഓർത്ത് വെച്ചോണം കേട്ടോ. ദാറ്റ് ഈസ് അക്കൗണ്ടബിൾ, അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിൾ, റെസ്പോൺസിബിലിറ്റി, ലയബിൾ, ലയബിലിറ്റി, ആൻസറബിലിറ്റി. ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വാക്ക് ഈസ് റീവാമ്പ് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റീവാമ്പിങ് സിറ്റുവേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ റീവാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. റീവാമ്പ് ചെയ്യുന്ന പറഞ്ഞാൽ സെയിം മീനിങ് ആണ് കേട്ടോ, ഓർത്തോണേ. റെനോവേറ്റ് ചെയ്യുക, റീഡെക്കറേറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. വേർബ് നൗണായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളതിനെ നൗൺ ഫോർമുലേഷനിൽ എടുക്കാമെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ റീവാമ്പ് എന്ന വാക്കിനെ നൗൺ ഫോർമുലേഷനിൽ എടുക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഇംപ്രൂവിങ് സംതിങ്. ഇംപ്രൂവിങ് ഒരു കാര്യം നമ്മൾ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാണ്. റിവാമ്പ് ചെയ്യുക, മോഡിഫിക്കേഷൻ, ഇംപ്രൂവിങ്, മോഡിഫിക്കേഷൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യത്തിന് ബെറ്റർ ആക്കാൻ വേണ്ടി, ഒരു കാര്യം കുറച്ചുകൂടി നല്ലതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. യു ആർ ചേഞ്ചിങ് സംതിങ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ്, യു ആർ മോഡിഫൈങ് സംതിങ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ്. അതിന് പറയുന്ന പേരാണ് റീവാമ്പ് എന്ന നൗൺ. ഓക്കെ, ഓർത്ത് വെച്ചോണം. റീവാമ്പ് എന്ന വാക്കിന് നൗണായിട്ടും വേർബായിട്ടും പറയും. റെനോവേറ്റ് ചെയ്യുക, റീഡെക്കറേറ്റ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നൊക്കെ അർത്ഥം റിവാമ്പിന് ഉണ്ട്. അടുത്ത വാക്ക്, അതേ മീനിങ് വരുന്ന അടുത്ത വാക്ക് പിടിച്ചോ, റെജിക് എന്ന വാക്കിൻ്റെ അർത്ഥം നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കുന്ന സാധനമാണ് റീഓർഗനൈസേഷൻ. നമ്മളൊന്ന് എന്താ പറയുക, എല്ലാം ഒന്ന് കൂട്ടി എല്ലാം ഒന്ന് തട്ടിക്കൂട്ടല്ല, ഐ മീൻ എല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് ഓർഗനൈസ് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പിന്നെ വലിയ സെറ്റല്ല, ബട്ട് യു ഹാവ് ടു ഇംപ്രൂവ് ഇറ്റ് അല്ലേ. അതുകൊണ്ട് അതിനെ റീഓർഗനൈസ് ചെയ്യുന്ന റീഓർഗനൈസേഷന് റെജിക് എന്ന് പറയും നൗണായിട്ട്. വേർബായിട്ട് ഉപയോഗിക്കും റീഅറേഞ്ച് ചെയ്യാം, ഓൾട്ടർ ചെയ്യുക. സെയിം സാധനമാണ് റീവാമ്പും റെജിക്കും കേട്ടോ, ഓർത്ത് വെച്ചോണം. പക്ഷെ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ആർട്ടിക്കിളിൽ വി വിൽ സീ ഇറ്റ്. നമ്മളത് കാണും എന്തായാലും, നമുക്ക് നോക്കാം. അപ്പോൾ റെജിക് എന്ന് പറഞ്ഞാൽ റീഓർഗനൈസേഷൻ, അല്ലെങ്കിൽ വേർബായിട്ട് പറഞ്ഞാൽ റീഅറേഞ്ച് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ നിങ്ങളുടെ സെൻറ്റൻസ്. ഓക്കെ, സ്റ്റിക്ക് ടു V2. ടിൻഡു എന്താ ഉദ്ദേശിച്ചത്? സ്റ്റിക്ക് ടു V2 എനിക്ക് മനസ്സിലായില്ല. ഇൻറ്റൻഷൻ നൗൺ ആണ്. ഇൻറ്റൻഷൻ സെയിം മീനിങ് ആട്ടോ. എയിം, ഇൻറ്റൻഷൻ സെയിം മീനിങ് ആണ്. മനസ്സിലായോ? അതേട്ടോ ഹരി വിഷ്ണു ഐം സോറി. ഇൻറ്റൻഷൻ അതേ മീനിങ്ങാണ്, ഇൻറ്റൻറ്റിൻ്റെ അതേ മീനിങ് ആണ്. ഇൻറ്റൻഷൻ നൗണ് തന്നെയാണ്. ഓക്കെ, പിന്നെ സ്റ്റിക്ക് ടു V2 എന്താ എനിക്ക് മനസ്സിലായില്ല. ആസ് എ സെൻറ്റൻസ് പറഞ്ഞാണോ സ്റ്റിക്ക് ടു V2? ഓക്കെ, ഇറ്റ്സ് യുവർ അക്കൗണ്ടബിലിറ്റി ടു റീവാമ്പ് ആൻഡ് റിജക്ട് ദ പ്രോഗ്രാം. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഇറ്റ് ഇസ് അല്ലെ പാർവതി വരുന്നത്, അവിടെ അപ്പോസ്ട്രോഫി കൊടുക്കണം. ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇസ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതേണ്ട ഒരു കാര്യമാണ്. ഈ ഇറ്റ് ഇസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമാ. എന്തിൻ്റെ ഷോർട്ട് ഫോമാ? ഒന്നെങ്കിൽ 3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇറ്റ് ഇസ്, ഇറ്റ് ഹാസ്, ഇറ്റ് വാസ് അല്ലേ? ഇറ്റ് ഈസിൻ്റെ ഷോർട്ട് ഫോം, ഇറ്റ് വാസിൻ്റെ ഷോർട്ട് ഫോം, ഇറ്റ് ഹാസിൻ്റെ ഷോർട്ട് ഫോം. പക്ഷെ മറ്റേ ഇറ്റിൻ്റെ വ്യത്യാസം എന്താ? ആ ഇറ്റിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ആ ഇറ്റ്സിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഇറ്റ്സ് എന്താ? ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ് അല്ലേ? ഇതൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഇറ്റ്സ് അതിൻ്റെ എന്നാണ് അതിൻ്റെ അർത്ഥം, പൊസസീവ് അഡ്ജക്റ്റീവ്. സോ റിമെമ്പർ കേട്ടോ, ഇറ്റ് ഇസ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുക്കണം ഇറ്റ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു റിവാമ്പ്, അവിടെ അപ്പോസ്ട്രോഫി വേണം. They revamped their house last month. Okay, right. He is anguished because he couldn't take the accountability of revamping the business. All right, that's great. I always think about when the distress faced by Ukrainian comes to end. അവിടെ ഒരു ശ്രദ്ധിക്കണേ, ഐ ഓൾവേസ് തിങ്ക് അബൌട്ട് ദ ഉക്രൈനിയൻസ് എന്ന് കൊടുക്കുക. അബൌട്ട് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ന് എടുക്കുക. ഐ ഓൾവേസ് തിങ്ക് ഓഫ്, ഐ ഓൾവേസ് തിങ്ക് അബൌട്ട്, തിങ്ക് അബൌട്ട് നൗൺ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രേസ്, നൗൺ ഫ്രേസ് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. വെൻ ദ ഡിസ്ട്രസ് ഓഫ് ഉക്രൈനിയൻ, ഫേസ് ബൈ ഒന്നും കൊടുക്കണ്ട, സിമ്പിളായിട്ട് കൊടുക്കുക. ആ നൗൺ ഫ്രേസ് കൊടുക്കുമ്പോൾ സിമ്പിളായിട്ട് കൊടുക്കുക. വെൻ ദ ഡിസ്ട്രസ് ഓഫ് ഉക്രൈനിയൻസ് കംസ് ടു ആൻ എൻഡ്, ഒരു ഇത് വരിക, കംസ് ടു ആൻ എൻഡ്. ഓക്കെ, കൊടുക്കുക. ഓക്കെ,
Yeah. Adda. My father was accountable to the family matters after his father's death from the age of 15. Okay, that's right. Her intention was to crack the exam with rank. All right. Stick to past tense. അങ്ങനെയാണോ ചോദിച്ചത്? ഓ സ്റ്റിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് സംതിങ് സ്റ്റക്ക്, സ്റ്റക്ക് കേട്ടോ. സ്റ്റിക്കിൻ്റെ V1 V2 V3 സ്റ്റക്കാണ്, അതാണ് ഉദ്ദേശിച്ചെങ്കിൽ. എനിക്ക് സ്റ്റിക്കിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കത്തിയില്ല കേട്ടോ, അതാണ്. ഓക്കെ, സെറ്റ്. ക്ലിയർ ആയല്ലേ? സ്റ്റിക്ക് ചെയ്യുക, സ്റ്റിക്ക് ടു ദ പ്ലാൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കണ്ടിന്യൂ വിത്ത് ദ പ്ലാൻ, അത്. അപ്പോൾ ആ സ്റ്റിക്ക്, അപ്പോൾ സ്റ്റിക്കിൻ്റെ പാസ്റ്റ് ടെൻസ് സ്റ്റക്ക് തന്നെയാണ്. സ്റ്റക്ക് വെറുതെ ഉള്ളൂ. ഇവിടെ എഴുതാം. സ്റ്റിക്ക്, സ്റ്റക്ക്. Okay, V1, V2 and V3. Okay, moving on. Okay. Sri Lankan ruling party has to solve the distress of people due to financial crisis. All right. Teachers have great accountability towards children. Yes. The New Deal revamped the company from debt. All right. My intent is to crack competitive exams and I'm accountable to it. That's right. Okay. ഒരു പ്രശ്നമുണ്ടേ. അക്കൗണ്ടബിളിൻ്റെയും റെസ്പോൺസിബിളിൻ്റെയും ലയബിളിൻ്റെയും കൂടെ 2 വരും 4 വരും. ഫോർ സംതിങ്. അപ്പം ഐ എം അക്കൗണ്ടബിൾ ടു ഇറ്റ് അല്ല, ഐ എം അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്. എന്താ വ്യത്യാസം വെച്ചാൽ അക്കൗണ്ടബിൾ ഫോർ സംതിങ്, accountable to accountable for something, accountable to somebody. I am accountable to him for this. അവനോട് ഉത്തരം പറയേണ്ടി വരും, ഞാൻ ഉത്തരം പറയേണ്ടി വരും അവനോട്. ഐ ആം അക്കൗണ്ടബിൾ ടു ഹിം ഫോർ ദിസ്, ഇതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇത് ഡിഫറൻസ് മനസ്സിലായി. ചെയ്തു. ഫോർ ആവുമ്പോൾ സംബടി, ആരോ, ഫോർ ദിസ്, ഫോർ എന്തിനോട് എന്നാണ്. സംബടി അല്ല സംതിങ്. ഒന്നുകൂടെ പറയാം, എല്ലാം അയച്ചോളം ഒന്നുകൂടെ പറയാം. അക്കൗണ്ടബിളും ലയബിളും ആൻസറബിളും റെസ്പോൺസിബിളിൻ്റെയും കൂടെ നമ്മൾ ഫോറും ടൂവും ഉപയോഗിക്കും, പ്രിപ്പൊസിഷൻസ്. ഫോർ ഉപയോഗിച്ചാൽ ഇറ്റ്, സംതിങ്, എന്തിനോടോ, ഫോർ സംതിങ് എന്ന് വരും. ടൂവിൻ്റെ കൂടെ ആണെങ്കിൽ ഫോർ സംബഡി, ടു സംബഡി, ടു സം വൺ, ഒരാളോട് എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഇത് ഒരാളോടല്ലല്ലോ, ഇറ്റ് അല്ലേ, അപ്പോൾ ഫോർ ഇറ്റ് കേട്ടോ. The thought of revamping the closet distressed me. Okay. We have to revamp our marks after attending model exams. All right. The teacher rejects the students. Okay. Teacher reorganized ആണ് ഉദ്ദേശിച്ചത്, rearrange ചെയ്തു എന്നുള്ളതല്ലേ. That's right. Ram is trying to reject the accountability of his employees to manage their work without confusion. That's right. I stick to PSC exams until getting a job. All right. Until is a preposition as well. അപ്പോൾ അത് കറക്റ്റാ. Okay. Intent of criminal amendment bill is to revamp and reject convicts and others involved in criminal matters. Okay. അതിനെപ്പറ്റി ഉണ്ടല്ലേ ഇന്ന്, അതിനെപ്പറ്റി ആർട്ടിക്കിൾ അല്ല, ഇറ്റ്സ് ഇന്നത്തെ ന്യൂസിലുണ്ട് അത്, ബില്ലിനെ പറ്റി അല്ലേ. അമിത് ഷാ പറഞ്ഞു ഒരു ഡേറ്റ ലീക്കേജ് വരില്ല എന്ന് പറയുന്നുണ്ട്. States and center should be accountable for distress of people and revamping of infrastructure without proper execution. ഒരു പ്രശ്നമുണ്ടല്ലോ. നോക്കിക്കേ, സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ ഷുഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസ്ട്രസ് ഓഫ് പീപ്പിൾ. ആൻസറബിൾ ഫോർ എന്ന് പറയില്ല, ഫോർ ഡിസ്ട്രസ് ഓഫ് പീപ്പിൾ ആൻസറബിൾ, ഫോർ ഡിസ്ട്രസ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഫോർ ഡിസ്ട്രസ് ഓഫ് പീപ്പിൾ ഒന്നത്. അപ്പോൾ അക്കൗണ്ടബിൾ ഫോർ എന്ത്? ഒന്ന് ഡിസ്ട്രസ് ഓഫ് പീപ്പിൾ ആണ്, രണ്ടാമത്തത് റിവാമ്പിങ് ഓഫ് ഇത് നൗണ് തന്നെ. ഓക്കെ, ജെറണ്ട് തന്നെ. ഓഫ് റിവാമ്പിങ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ വിതൗട്ട് പ്രോപ്പർ എക്സിക്യൂഷൻ. റൈറ്റ് ആണ് കാര്യം. യാ. State and center should be accountable for distress of people, accountable for the pain of people, suffering of people, and revamping of infrastructure. Great. Okay, great. Some departments in the government sector need a rejig in order രണ്ട് വാക്കാണ്. in order ഒറ്റ വാക്കല്ല, in order not to crop up protest among the public. That's right. Great. Okay, അടുത്ത സെറ്റിലോട്ട് പോവാം. സ്റ്റാറ്റ്യൂട്ടറി. നമ്മൾ ഇന്നലെ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്ക്,
സ്റ്റാറ്റ്യൂട്ട് എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് ഫോമുലേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി. നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നു സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ, ലീഗൽ, റെഗുലേറ്ററി, ലോഫുൾ, നിയമപരമായിട്ടുള്ള കാര്യത്തിനെ നമ്മൾ എന്ത് പറയും? കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, നിയമപരമായിട്ടുള്ള കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി, കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻ, സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നൊക്കെ പറയില്ലേ, അത്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറിൻ്റെ നൗൺ ഫോമുലേഷനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നിയമം, റൂൾ, ആക്ട്, ഇനാക്ട്, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇനാക്ട്മെന്റ്, ലോ, ഓർഡർ എന്നൊക്കെ പറഞ്ഞ കാര്യം നൗൺ. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാറ്റ്യൂട്ട് അതാണ് നൗൺ, അതിൻ്റെ അഡ്ജക്റ്റീവാണ് സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, അടുത്തത് അതാണ് മാൻഡേറ്റ്, മാൻഡേറ്ററി പോലെ സെയിം ഓർത്താൽ മതി. മാൻഡേറ്ററി എങ്ങനെ വരുന്നു അതുപോലെയാണ് സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, നെക്സ്റ്റ് വൺ മാൻ. നമുക്കറിയാം മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്, മാൻ. പക്ഷെ ആ മാൻ അല്ല നമ്മൾ പറയുന്നത് സംതിങ് ഇസ് മാൻഡ് ബൈ സംബഡി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പാസീവ് ഫോമിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് മാൻഡ് ബൈ സംബഡി. ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും, എവിടെയെങ്കിലും കേട്ട് പരിചയം ഉണ്ടായിരിക്കും. മാൻഡ് ബൈ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. മാൻഡ് ബൈ സംബഡി എന്നൊക്കെ പറയും. മാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മാൻ ചെയ്യുക, ദാറ്റ് മീൻസ് എ വേർബാണ്. സ്റ്റാഫ്, ഇതിന് ആൾക്കാരുണ്ട്. ദർ ആർ പീപ്പിൾ ടു ലുക്ക് ആഫ്റ്റർ ദീസ് തിങ്സ്. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. വി ഹാവ് എ ക്രൂ ഫോർ ദിസ്, സ്റ്റാഫ്ഡ് ബൈ, ക്രൂഡ് ബൈ, ഓക്യുപ്പൈഡ് ബൈ, ഓപ്പറേറ്റഡ് ബൈ എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പ് ഓർ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്മൂത്ത് ആയിട്ട് റണ്ണിങ് റെഗുലേറ്റ് ചെയ്യുന്നത് റെഗുലേറ്റഡ് ബൈ എന്നുള്ള അർത്ഥത്തിൽ, സ്റ്റാഫ്ഡ് ബൈ, ക്രൂഡ് ബൈ, ഓക്യുപ്പൈഡ് ബൈ, ഓപ്പറേറ്റഡ് ബൈ എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ കാണും കേട്ടോ മാൻ എന്ന വാക്ക്. മാൻ ഇസ് നോട്ട് യൂസ്ഡ് ആസ് എ നൗൺ ഹിയർ, വേർബായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അടുത്ത വാക്ക് ഇസ് പേഴ്സണൽ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്, കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്ന വാക്കാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നൊരു വാക്കാണ്. പേഴ്സണലും. ഈ പേഴ്സണൽ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് പേഴ്സണൽ ആണ്. പേഴ്സൺ, വ്യക്തി, ആ വ്യക്തിയുടെ അഡ്ജക്റ്റീവ് ഫോമുലേഷനാണ് പേഴ്സണൽ. അതിന് ഒരു എന്നേ ഉള്ളൂ ആൻഡ് എയും ആണ്. ഇവിടെ പക്ഷെ പേഴ്സണൽ കണ്ടോ, PERSONNEL, പേഴ്സണൽ. നിങ്ങൾക്കറിയാം നൗൺ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണത്. പേഴ്സണൽ മീൻസ് ഒഫീഷ്യൽ, സ്റ്റാഫ്, എംപ്ലോയി. ഓക്കെ, നമ്മൾ പറയില്ലേ ഇന്ന പേഴ്സണൽ എന്നൊക്കെ നിങ്ങൾ പറയുന്നതായിട്ടുണ്ടായിരിക്കും അല്ലേ. സോ പേഴ്സണൽ മീൻസ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഓഫീസർ, സ്റ്റാഫ് ആൻഡ് എംപ്ലോയി എന്നർത്ഥം. അടുത്ത വാക്ക് ഈസ് കൺഫൈഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫിഡ് എന്ന വാക്കിന് അർത്ഥമുണ്ട് ഫെയ്ത്ത് അല്ലെങ്കിൽ ട്രസ്റ്റ്, വിശ്വാസം, അതിലെല്ലാം ആ ഫിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ കോൺഫിഡൻസ്, അതൊക്കെ ഇത് ഈ വാക്കുമായിട്ട് റിലേറ്റ് ആണ്. കോൺഫിഡൻസ് അല്ലേ. അപ്പോൾ ഓർത്തോണ്ട് കൺഫൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺഫെസ് ടു, ഒരാളോട് നമ്മൾ ഓപ്പൺ യുവർ ഹാർട്ട് ടു സമ്മൺ. ഓക്കെ, ഓപ്പൺ ഹാർട്ട് ടു എന്നുള്ള അർത്ഥമാണ് കൺഫൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, കൺഫൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്പൺ ഹാർട്ട് ടു, ആരോടെങ്കിലും തുറന്ന് പറയുക എന്നാണ് കൺഫൈഡ് ചെയ്യുക. കൺഫൈഡ് എന്ന വാക്കിൻ്റെ കൂടെ എപ്പോഴും ഒരു ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട്, കൺഫൈഡ് ഇൻ. കൺഫൈഡിൻ്റെ കൂടെ ടു അല്ല കേട്ടോ, കൺഫൈഡിൻ്റെ കൂടെ ഇന്നാണ് പറയുന്നത് കേട്ടോ, കൺഫൈഡ് ഇൻ ആണ്. പക്ഷേ കൺഫസിൻ്റെ കൂടെ ഒക്കെ നമ്മൾ പറയുന്നത് കൺഫസ് ടു, ഓപ്പൺ ഹാർട്ട് ടു എന്നൊക്കെ പറയില്ലേ. ഐ എം ഓപ്പൺ ടു സംതിങ് എന്നൊക്കെ പറയില്ല അത്. സോ ഓപ്പൺ ഹാർട്ട് ടു, കൺഫസ് ടു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ അർത്ഥം റിവീൽ ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, ഡൈവേൾജ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കൺഫൈഡ് ചെയ്യുക. ഓർത്തോണേ, കൺഫൈഡിൻ്റെ കൂടെ വരുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഇൻ ആണ്. ഇന്ന് നിങ്ങൾ കാണും, ഇന്നത്തെ ആർട്ടിക്കിൾ അതുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. കൺഫൈഡ് ഇൻ ഫ്രണ്ട്സ്, ഐ കൺഫൈഡ് ഇൻ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറയാറുണ്ട്. ഐ കൺഫൈഡ് ഇൻ മൈ പേരൻസ്, എൻ്റെ പേരൻസിനോട് ഞാൻ എല്ലാം പറയാറുണ്ട്. ലൈക്ക് ദാറ്റ് കേട്ടോ. അടുത്ത വാക്ക് ഈസ് ഇനൻഡേറ്റ്. ഇനൻഡേറ്റിന് രണ്ടർത്ഥമുണ്ട്, മീനിങ് രണ്ടർത്ഥം വരുന്നുണ്ട്, പക്ഷേ വേർബാണ് സംഭവം. ഓർത്തോണം, ഓവർവെൽം ചെയ്യുക. നമ്മൾ അങ്ങോട്ട് എന്താ പറയുക, അങ്ങ് നമുക്കറിയില്ല, വി ആർ ഓവർവെൽംഡ്, ഓവർബേർഡൻഡ്, ഒരു വല്ലാത്തൊരവസ്ഥയാണ്, എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തൊരവസ്ഥ. ദാറ്റ് ഈസ് വാട്ട് ഇനൻഡേറ്റ് മീൻസ്. ഓവർബേർഡൻ ചെയ്യിപ്പിക്കുക എന്നുള്ളർത്ഥം. വേറൊരർത്ഥം ഇനൻഡേറ്റ് ചെയ്യുക എന്നുള്ളതിന് ഞാൻ ഇനൻഡേഷനാണ് നൗണ്. ഫ്ലഡ്, ഡെലൂജ്, വെള്ളം അല്ലേ. ഇനൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലഡാണ്, അല്ലെങ്കിൽ ഇനൻഡേറ്റ് ചെയ്യുക, ഫ്ലഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡെലൂജ് ചെയ്യിക്കുക എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കുറച്ച് നാളായെന്ന് മാത്രം, ഒരു മാസം കഴിഞ്ഞു. ഓക്കെ, ഹി ഹാസ് ടു റിജക്ട് ദ റൂം ആഫ്റ്റർ ദ ബർത്ത്ഡേ സെലിബ്രേഷൻ. ദാറ്റ്സ് ഫൈൻ. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള ഷുഡ് reject to overcome the recent criticism against it. All right, that's great. If you intended at something, if you intended വേണ്ട അഭിനയ. ഇഫ് യു ഇൻറ്റൻഡ് അവിടെ ഇതല്ലേ ഉപയോഗിച്ചേക്കുന്നത്. ഇഫ് യു ഇൻറ്റൻഡ് എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചേക്കുന്നത് എന്തായിട്ടാ, നമ്മൾ
adjective formulation ആയിട്ടാണോ ഉപയോഗിച്ചത്? If you intended at something. If you intended at, if you are intent, if you are intent അങ്ങനെ കൊടുക്കുക. If you are intended അങ്ങനെയാണെങ്കിൽ ആറ് കൊടുക്കണം. If you are intended at something, it's your responsibility to gain it, and you have to rejig and revamp your strategies if needed, otherwise you will fall into distress. Okay, അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. If you are intended അത് മാത്രം ഒന്ന് കൊടുക്കുക കേട്ടോ. If you're intended ആവശ്യമില്ല. If you're intent, ഓക്കെ എന്ന് കൊടുത്താൽ മതി. അവിടെ ടു വരില്ല, ഇങ്ങനെ കൊടുക്കുക. ആരതി ശ്രദ്ധിക്കണേ. റാം കൺഫൈഡ് ഇൻ ജാനു ഹിസ് ലവ് അങ്ങനെ കൊടുത്താൽ മതി. റാം കൺഫൈഡ് ഇൻ ജാനു ഹിസ് ലവ്. റാം ജാനുവിനോട് കൺഫസ് ചെയ്തു എന്നർത്ഥം. യാ അക്ഷയ് അത് തന്നെ. പ്രളയം അതിൻ്റെ വേർബ് ഫോമുലേഷൻ ആണ് കേട്ടോ. ഇനൻഡേഷൻ ഇസ് നൗൺ, വേർബ് ഫോമുലേഷൻ ആണ് ഈ പറയുന്ന ഇനൻഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓർത്ത് വെച്ചോളൂല്ലേ? ഓക്കെ അല്ലേ? ഓൾ റൈറ്റ്, സെറ്റാണോ? നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോട്ടെ. അടുത്ത സെറ്റ് ഇസ് ഹാമ്പർ. ഹാമ്പർ ചെയ്യുക മീൻസ് നമുക്കറിയാം. ഹാമ്പർ ചെയ്യുക മീൻസ് ഇംപീഡ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക. ദാറ്റ് ഇസ് ഹാമ്പർ. ഇംപീഡ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക, റെസ്ട്രെയിൻ ചെയ്യുക എന്നാണ് ഹാമ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാതെ ഹാമ്പറിന് ഒരു അർത്ഥമുണ്ട്. ബാസ്ക്കറ്റ് എന്നൊക്കെ നൗൺ ഫോമുലേഷൻ ഉണ്ട്. നമുക്കത് വേണ്ട, നമുക്ക് വേർബ് മതി. അതുകൊണ്ട് ബാസ്ക്കറ്റ് എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി കേട്ടോ. ദ അക്യൂസ് മാൻ കൺഫസ്ഡ് അബൌട്ട് ദ മർഡർ. കൺഫസ് അബൌട്ട് ദ മർഡർ എന്ന് പറയില്ല, അത് തെറ്റാ. കൺഫസ് എന്താണ്? The accused man confessed the murder to police. Confessed murder to police. I'm inundated with joy on watching the project being manned by the police office personnel themselves. Okay, fine. All right, Hinda. Yes. The accused confide the truth to his personal. Prashnam, veendum. Accused confide in to his personal, to his staff അതാണ് ഉദ്ദേശിച്ചത്. അയാളുടെ സ്റ്റാഫിനോട് എന്നാണോ? അങ്ങനെയാണെങ്കിൽ the accused confided, past tense confided, the accused confided or confides, സിംഗുലർ കൊടുക്കുക. കാരണം അക്യൂസ്ഡ് സിംഗുലർ അല്ലേ, അപ്പോൾ കൊടുക്കുക the accused confided his ഇത് ഓപ്പൺ ഇത് അത് പറയാം. മനസ്സിലായോ? തുറന്നു പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ പറയാം. കൺഫൈഡ് ഇൻ അത് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. കൺഫൈഡ് എന്ന വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. അല്ലെ പിന്നെ നിങ്ങൾക്ക് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറയുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ല. ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ ടൂവും വരും. രണ്ട് വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചെറിയ വ്യത്യാസമുണ്ട് കൺഫൈഡിന്. ഈ കൺഫൈഡ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളും. കൺഫൈഡ് റിവീൽ, ഡിസ്ക്ലോസ് എന്ന അർത്ഥം വരുമ്പോൾ രണ്ടർത്ഥമുണ്ട്. കൺഫൈഡ് ഇൻ എന്ന് പറഞ്ഞാൽ കൺഫൈഡ് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പൺ വൺസ് ഹാർട്ട് ടു സമ്മൺ എന്നൊരർത്ഥമാണ്. അതായത് ഒരാളുടെ തുറന്നു പറയുകയാണ്. അപ്പോൾ കൺഫസ് ടു സമ്മൺ എന്നുള്ള അർത്ഥം. ഓക്കെ, ഈ അർത്ഥം ഇത് രണ്ടും ഓക്കെ ഒരു അർത്ഥമാണോ. അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ഇന്നെ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫൈഡ് ഉപയോഗിക്കാം, തെറ്റില്ല. കൺഫൈഡ് ഉപയോഗിച്ചോ ഒരു പ്രശ്നവുമില്ല. കൺഫൈഡ് ഉപയോഗിച്ചോ റിവീൽ ചെയ്യുക എന്നുള്ളതാണ്. കൺഫൈഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും എന്താണെന്ന് അറിയിച്ചോ? എന്ത് കൺഫൈഡ് ചെയ്തു, എന്ത് കാര്യം പറഞ്ഞു. കൺഫൈഡ് പ്ലസ് സംതിങ്. കൺഫൈഡ് സംതിങ് ടു സംബഡി. ഈ യൂസേജ് ഒന്ന് ഓർത്ത് വെച്ചോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം, അതൊന്നും ഞാൻ കറക്റ്റാക്കി തരാം. പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം. കൺഫൈഡ് സംതിങ് ടു സംബഡി ഇത് പറയാം. കാരണം ഇവിടെ അതിൻ്റെ മീനിങ് റിവീൽ ചെയ്യുക എന്നൊരർത്ഥമാണ്, ഡിസ്ക്ലോസ് ചെയ്യുക എന്നൊരർത്ഥമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറയാം. അത് നമ്മൾ ഒരു കാര്യം ഒരാളോട് തുറന്നു പറഞ്ഞു എന്നാണ്. അതല്ലാതെ വേറെ അർത്ഥമുണ്ട്. ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഞാനൊരു സെൻറ്റൻസ് പറഞ്ഞുതരാം. യാ I confided in my friends about my failure or about my endum, about my about my accident or something like that.
ഐ കൺഫൈഡഡ് ഇൻ മൈ ഫ്രണ്ട്സ് അബൌട്ട് മൈ സംതിങ്. എന്താണോ, എന്തിനെ പറ്റിയാണോ എന്നുള്ളൊരു ആർട്ടിക്കിൾ ഇത് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെയും കൊടുക്കാം. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എഴുതി തരാം നിങ്ങൾക്ക് ഞാൻ. ഐ അല്ലെങ്കിൽ they confided the crime കൊടുക്കാം. they confided the crime to the police. okay, they confided the crime to the police. okay, കൊടുത്തു. രണ്ട് രീതിയിൽ എഴുതാം. അത് ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഓപ്പൺ യുവർ ഹാർട്ട് ടു സമ്മൺ, തുറന്നു പറയുക എന്ന അർത്ഥമാണ്. രണ്ടും തുറന്നു പറയുകയാണ്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് ഈ കൺഫൈൻഡ് കൂടെ. ഒന്ന് ഇന്ന് വരും, അല്ലെങ്കിൽ പിന്നെ നേരെ ഒബ്ജക്റ്റ് വരണം, നിർബന്ധം. അതിനുശേഷം ട്രാൻസിറ്റീവായിട്ട് ഒബ്ജക്റ്റ് വരണം, ആൻഡ് ആരോട് പറഞ്ഞു എന്ന് പറയാം. ഒന്ന് ട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കും, മറ്റേത് ഇൻട്രാൻസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇന്ന് വേണം. അത് കുറച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അതുകൊണ്ട് സെൻറ്റൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ. ക്ലിയർ ആയോ? ഏത് ടെൻസ്, കൺഫൈഡഡ് വന്നാലും കൺഫൈഡ് വന്നാലും ഉറപ്പായിട്ടും കൺഫൈസ് വന്നാൽ ഏത് ടെൻസിൽ ഉപയോഗിക്കാം കേട്ടോ. okay, the accused confide the truth to his personal, അത് കറക്റ്റ്. അപ്പോൾ something is there with everyone which are not confided in anyone. okay, fine. The personals of police department manned by revamping the office are confided in government of India and it is statutory. that's right. okay, അപ്പോൾ കൺഫൈഡ് ഇൻ അവിടെ ഉദ്ദേശിക്കുന്നത് ഓഫീസ് ആർ, അവിടുത്തെ പേഴ്സണൽസ് ഗവൺമെന്റിനോട് കൺഫസ് ചെയ്യുന്നതാണോ? അങ്ങനെ അർത്ഥത്തിലാണോ പാർവതി കൊടുത്തേക്കുന്നത്? പേഴ്സണൽസ് ഓഫ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാൻഡ് ബൈ റിവാമ്പിംഗ് ദ ഓഫീസ്, അല്ല, മാൻഡ് ഫോർ റിവാമ്പിംഗ് ദ ഓഫീസ്, അതിനുവേണ്ടി ചെയ്യുന്നവർ ആർ, ആ പേഴ്സണൽസ് ആർ കൺഫൈഡഡ് ഇൻ, അതായത് അവർ ഗവൺമെന്റിൽ എന്താ തുറന്നു പറയുന്നു, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു, എന്താ പറയുക, വിശ്വസിച്ച് കാര്യങ്ങൾ പറയുന്നു എന്നാണോ? ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണ് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. യെസ്, ഷീസ് ഇനൻഡേറ്റ്. ഷീസ് ഇനൻഡേറ്റ് വല്ല സൗമ്യ, ഷീസ് ഇനൻഡേറ്റഡ്. ഈസ് പ്ലസ് B3 ഫോം വേണ്ടേ? പാസീവാണ് ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഷീസ് ഇനൻഡേറ്റഡ് വിത്ത് ജോയ് ആൻഡ് സർപ്രൈസ് വെൻ ദ പ്ലേസ്മെന്റ് അഷുറൻസ് ഫ്രം ദ കമ്പനി ഓഫേഴ്സ്. ഓക്കെ, വെൻ ദ പ്ലേസ്മെന്റ് അഷുറൻസ് ഫ്രം ദ കമ്പനി, അപ്പോഴും കുഴപ്പമില്ലേ? കമ്പനി ഓഫേർഡ് ദ പ്ലേസ്മെന്റ് അഷുറൻസ്, അതല്ലേ ഉദ്ദേശിച്ചേക്കുന്നത് സൗമ്യ. അപ്പോൾ ഇവിടെ പ്രശ്നമുണ്ട്. ഷീ ഈസ് ഇനൻഡേറ്റഡ് വിത്ത് ജോയ് ആൻഡ് സർപ്രൈസ് വെൻ ദ കമ്പനി ഓഫേഴ്സ്, അത് അങ്ങനെ കൊടുത്താൽ മതിയായിരുന്നു. വെൻ ദ കമ്പനി ഓഫേഴ്സ് പ്ലേസ്മെന്റ് അഷുറൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ അത് പാസീവ് ആക്കിയാലും കുഴപ്പമില്ല. വെൻ ദ പ്ലേസ്മെന്റ് അഷുറൻസ് ഫ്രം ദ കമ്പനി ഈസ് ഓഫേർഡ്, അവിടെ അങ്ങനെയാണെങ്കിൽ ഈസ് ഓഫേർഡ് വരണം. മനസ്സിലായോ? വെൻ ദ പ്ലേസ്മെന്റ് അഷുറൻസ് ഫ്രം ദ കമ്പനി ഈസ് ഓഫേർഡ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആക്റ്റീവിലോട്ടാക്കുക, വെൻ ദ കമ്പനി ഓഫേഴ്സ് പ്ലേസ്മെന്റ് അഷുറൻസ് കൊടുക്കാം. ഓക്കെ, അത് തിരുത്തിക്കണം സൗമ്യ. ദ കിഡ് കൺഫൈഡ് ഹിസ് മിസ്റ്റേക്ക് ടു ഹിസ് മദർ. ഓൾ റൈറ്റ്, ദ കിഡ് കൺഫൈഡഡ് ഓർ കൺഫൈഡ്സ്. നീതു സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വേർബ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കാം. ടെൻസ് മാറിപ്പോയത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ടീം ബീസ്റ്റ് കൺഫൈഡഡ് ബി ട്രെയിലർ to their fans. okay, National Human Rights Commission is a statutory body. all right. The personnel manned by the shop running profitably. The personnel manned by the shop, the personnel manned by the shop alla, the shop manned by the personnel. shop man run ചെയ്യുന്നത് operated by the personnel officer is running profitably. അങ്ങനെ എടുക്കണം. The shop manned by the personnel is running profitably എന്ന് കൊടുക്കണം കേട്ടോ നീതു. I had to confide in my mother regarding the cause of the scheme's failure upon implementation. That's right. Great. പേഴ്സണൽ പ്ലൂറൽ നൗൺ അല്ലേ? ഉണ്ട്, അതെ, പ്ലൂറൽ നൗൺ ആണ്. പേഴ്സണൽസ് കറക്റ്റ് ആണ്, സെറ്റ് ആണ് കേട്ടോ അക്ഷയ്, അതൊരു പ്രശ്നമില്ല. പേഴ്സണൽസ് യെസ്, പ്ലൂറൽ നൗൺ തന്നെയാണ്. ഓക്കെ, അതൊരു പ്രോബ്ലം ഇല്ല. അപ്പം നമുക്ക് 50 പേരോളം നമ്മുടെ ലൈവിലുണ്ട്. എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ, ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരിലൊക്കെ എത്തിക്കാൻ ശ്രമിച്ചേ. കാരണം നമ്മുടെ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡേ ടു ഡേ ബേസിസിൽ നമ്മളിത് പഠിച്ച് പോകണം. എന്നാലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് സെൻറ്റൻസ് അപ്പോൾ നോക്കിയേ. ഹാമ്പർ എൻ്റെ വീണ്ടും ഞാൻ എഴുതിയോ? ഇവിടെ ആയിരുന്നല്ലേ പറഞ്ഞു വന്നേ. അപ്പോൾ
ഹാമ്പർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ബാക്കിലോട്ട് പോയത് അല്ലേ. അപ്പോൾ ഇത് ഹാമ്പറിലോട്ട് വരാം. ഹാമ്പർ ഇമ്പീഡ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെസ്ട്രെയിൻ ചെയ്യുക, ഹിൻഡർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബെനിഫിഷ്യറി. നിങ്ങൾക്കറിയാം ബെനിഫിഷ്യറി നമ്മളൊന്നും ഡിസ്കസ് ചെയ്തിട്ടൊരു വാക്കാണ്. ബെനിഫിഷ്യറി ഇസ് എ നൗൺ കേട്ടോ. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റർ, റെസിപ്പിയന്റ് അല്ലെങ്കിൽ റിസീവർ. നമ്മൾ ആർക്കാണോ ബെനിഫിറ്റ് കൊടുക്കുന്നത്, ബെനിഫിറ്റ് ആരാണോ കൈപ്പറ്റുന്നത് അല്ലേ. നമ്മളൊരു സ്കീം പ്രൊവൈഡ് ചെയ്തു, ആ സ്കീമിന്റെ ബെനിഫിറ്റ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ആർക്കിലോട്ടാണോ അത് എത്തുന്നത്, അവരെ ഇൻഹെറിറ്റർ, അത് ഇൻഹെറിറ്റ് ചെയ്യുന്നവർ അല്ലേ, അത് കിട്ടുന്നവരെ ഇൻഹെറിറ്റർ, ബെനിഫിഷ്യറി, റെസിപ്പിയന്റ്, റിസീവർ എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇത് കൊടുക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഇതിന്റെ നേരെ ആന്റണിമായിട്ട് പറയില്ലേ, അങ്ങനെ ഒരു ആന്റണിമായിട്ട് നമ്മൾ പറയില്ലേ, അത് ബെനഫാക്ടർ ആണ്. കൊടുക്കുന്ന ആളെ സപ്പോർട്ടർ, സ്പോൺസർ, ബെനഫാക്ടർ. ഓർത്തോണേ, മറക്കാതെ പഠിച്ചു വെച്ചോളൂ. നമ്മൾ അന്നും ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്, പക്ഷെ ഒരു മാസം കഴിഞ്ഞു. ബെനഫാക്ടറും എന്തോ സ്കീമിനെ പറ്റി നമ്മൾ പറഞ്ഞ ബെനഫാക്ടർ കൊടുക്കുന്ന ആള്, സ്വീകരിക്കുന്ന ആൾക്കാരെ ബെനിഫിഷ്യറി എന്ന് പറയും കേട്ടോ. ഇമ്പോർട്ടൻറ്റ്. അടുത്ത വാക്ക് ഇസ് എൻവിസാജ്. അതും നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത എൻവിസേജ്. ഇറ്റ്സ് നോട്ട് സാജ് കേട്ടോ, സിജ് ആണ്. ഇറ്റ്സ് എൻവിസേജ് വേർബാണ്. എൻവിസിജ് ഓർ ഇൻവിസിജ്, രണ്ട് രീതിയിലും പറയാം. എൻവിസിജ് ഓർ ഇൻവിസിജ്. സോ എൻവിസിജ് എന്ന് പറഞ്ഞാൽ ഫ്രൊസി, മുൻകൂട്ടി കാണുക, പ്രെഡിക്റ്റ് ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഫോർകാസ്റ്റ് ചെയ്യുക, ഫോർസീ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക എന്നൊക്കെയാണ് എൻവിസിജ് എന്ന വാക്കിൻ്റെ അർത്ഥം. വേർബാണ്. ഓക്കെ. അടുത്ത വാക്ക് ഇസ് അപ്രിഹെൻഷൻ. നമ്മുടെ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ആൻസൈറ്റി, അലാം, ആൻസ്ഡ്, ആകെപ്പാട് ഒരു പേടി, വെപ്രാളം എങ്ങനെ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് അപ്രിഹെൻഷൻ, പേടി അല്ലേ. നമ്മളിപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും പേടിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ, ഇറ്റ്സ് ആൻസ്ഡ്. നമുക്കൊരു പേടി, ഒരു വെപ്രാളമുണ്ട്. മുല്ലപ്പോൾ എപ്പോഴാണോ എന്നുള്ളൊരു അവസ്ഥ, വെള്ളം കൂടുന്തോറും പേടിയാ അല്ലേ. അത് ഈ മഴക്കാലം ആകുമ്പോൾ തുടങ്ങുന്ന ഒരു പ്രത്യേക പേടിയാണല്ലേ. ആൻസ്റ്റന്റ്, ആൻസൈറ്റി, അതുവരെ പിന്നെ അത് മറക്കും മനുഷ്യർ. സോ അലാം, അതൊക്കെയാണ് ആൻസൈറ്റി, ആൻസ്റ്റന്റ്, അലാം എന്നാണ് അപ്രിഹെൻഷൻ. വേറൊരു അർത്ഥമാണ് അപ്രിഹെൻഷൻ, നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, കോഗ്നിഷൻ, റിയലൈസേഷൻ എന്നൊക്കെയാണ് അപ്രിഹെൻഷൻ എന്ന വാക്കിൻ്റെ. പക്ഷേ ഇവിടെ നമ്മൾ ആൻസൈറ്റിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, അക്കോർഡിംഗ് ടു ദി ഗവൺമെന്റ്സ് അപ്രിഹെൻഷൻ, ഗവൺമെന്റിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട്, ഒരു തിരിച്ചറിവ് വെച്ചിട്ട് എന്നുള്ള രീതി. മനസ്സിലായോ? പിന്നെ അങ്ങോട്ട് സെന്റൻസ് ഫ്രെയിം ചെയ്ത് പൊക്കോളാം. അടുത്ത വാക്ക് ഈസ് കോംപ്ലസൻസി. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോംപ്ലസെന്റ്, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കോംപ്ലസൻസ്, കംപ്ലൈൻറ്റ് എല്ലാം റിലേറ്റഡ് വാക്കാണ്. പക്ഷേ ഓർത്തോണം, കംപ്ലയൻസ് എന്ന വാക്കും ഈസ് നൗണാണ്. അതിന് ചേരുന്ന ഒരു കംപ്ലൈൻറ്റ് ചെയ്യുക, നമ്മളൊരു കാര്യം അനുസരിക്കുക, അഡ്ഹെയർ ചെയ്യുക. കംപ്ലൈൻ്റ് അല്ലേ, സോറി, കംപ്ലൈൻ്റ് അല്ലേ, കംപ്ലൈൻറ്റ്. അഡ്ജക്റ്റീവ്, കംപ്ലൈ, വേർബ്. ഈ വാക്ക് നിങ്ങൾക്ക് അറിയാലോ, കംപ്ലയൻസ്, കംപ്ലൈൻറ്റ്, കംപ്ലൈ. ഇതെന്താണ്? നമ്മൾ ഈ പറഞ്ഞ നൗൺ ഫോർമുലേഷനും അഡ്ഹെയർ ചെയ്യുക, അല്ലേ, അഡ്ഹെറൻസ്, അഡ്ഹെറൻറ്റ്, അഡ്ഹിയർ ചെയ്യുക, ആ സാധനം അനുസരിക്കുക, ഒബേ ചെയ്യുക, അതാണ് കംപ്ലയൻസ്. ഈ കോംപ്ലസൻസി അതല്ല. ഓർത്തോണേ, കംപ്ലസെൻറ്റ് എന്ന, മനസ്സിലായോ, കംപ്ലസെൻറ്റ്, ശ്രദ്ധിച്ചോണേ, കംപ്ലസെൻറ്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോർമുലേഷനാണ്. കംപ്ലസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് എന്താണോ ഉള്ളത് ലൈഫിൽ, അത് വെച്ച് നമ്മൾ സാറ്റിസ്ഫൈഡാണ്. എന്താണോ ലൈഫിലുള്ളത് അതുമായിട്ട് സാറ്റിസ്ഫൈഡ്. ഇതെല്ലാം റൂട്ട് വേർഡ് ഒരുമിച്ച് വരുന്നതാണ്. പക്ഷേ ശ്രദ്ധിച്ചോണം, എന്താണോ ഉള്ളത്. ഇപ്പോൾ എത്ര നെഗറ്റീവായിട്ട് നമ്മളിപ്പോൾ അത് തന്നെ പ്രളയം വന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിനോട് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഭയങ്കര സ്മഗ്, ഭയങ്കര മടി പിടിച്ചെങ്കിരിക്കും, അല്ലെ, യു ആർ എ സ്മഗ് എന്നൊക്കെ പറയില്ലേ. അതായത് എന്തുണ്ടോ അത് വെച്ച് സാറ്റിസ്ഫൈഡ് ഇട്ട് യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. എന്ത് കാര്യമാണെങ്കിലും യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ്, ആ ഒരു അർത്ഥം. ദറ്റ് ഇസ് ലൈക്ക് ഇൻ എ നെഗറ്റീവ് സെൻസ് ആണ് കംപ്ലസൻസി എപ്പോഴും പറയാറ്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. എന്തുണ്ടോ അത് മതി, എനിക്ക് അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കില്ല. എവിടെയാണോ ആ ഒരു കൺവെൻഷണൽ ചിന്താഗതിയിലിരിക്കും, സ്മഗ്നെസ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, അതിനെയാണ് നമ്മൾ കംപ്ലസൻസി എന്ന് പറയുന്നത്. കംപ്ലസെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ, യു ആർ സെൽഫ് സാറ്റിസ്ഫൈഡ് ആൻഡ് യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. അതിനെപ്പറ്റി ഭയങ്കര പ്രൗഡാണ്. ഓക്കെ. അതിന് ഒരു നിർവൃതി, പക്ഷേ ഇറ്റ്സ് നെഗറ്റീവ് സെൻസിലാണെന്ന് പറയുന്നത്. കാരണം ആ നിർവൃതി എന്ന് പറയുന്ന കാര്യത്തിൻ്റെ പ്രത്യേകത എന്തെയോ, നമ്മൾ ഇപ്പോൾ കംപ്ലസൻറ്റ്, ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വിക്ടോറിയൻ കംപ്ലസൻസി. വിക്ടോറിയ രാജ്ഞി, ക്വീൻ വിക്ടോറിയ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടൻ മൊത്തം, ഇംഗ്ലണ്ട് മൊത്തത്തിലൊരു സമയം നിങ്ങൾക്കറിയാം. ആ സമയത്ത് എല്ലാം, എനിക്കറിയാം, ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാം, ആ സമയത്ത് എല്ലാം നമ്മൾ മൂവിക്ക് പോകാൻ പാടില്ല, തിയേറ്ററൊക്കെ ബാൻ ചെയ്ത സമയമാണ്. എവറിത്തിങ്, ആർട്ട് ആൻഡ് കൾച്ചർ എല്ലാം, ലിറ്ററേച്ചർ എല്ലാം ബാൻ ചെയ്തു. അപ്പം മനുഷ്യൻ ഒരു തരത്തിലും അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക,
ഭക്തിയോട് അതെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിലോട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിന് വിക്ടോറിയൻ കോംപ്ലസൻസി എന്നറിയപ്പെടുന്നത്. ഇപ്പോഴും നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയാൽ വാട്ട് ഈസ് വിക്ടോറിയൻ കോംപ്ലസൻസി നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതിനോടൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ചിലരങ്ങനെയായിരുന്നു, വിക്ടോറിയ ആക്കി വെച്ച സമയത്ത് അത് ഓക്കെയാണ്, അതിനോടൊക്കെ ഞങ്ങൾ ഓക്കെയാണ്, വി ആർ അഡ്ഹിറൻറ്റ് ടു ഇറ്റ് എന്നൊരർത്ഥത്തിൽ എല്ലാം ഞങ്ങൾ ഒബേ ചെയ്യുന്നു, വി ആർ സാറ്റിസ്ഫൈഡ് ആസ് വെൽ എന്നൊരർത്ഥത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് കോംപ്ലസൻസി അല്ലെങ്കിൽ കോംപ്ലസെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഓർത്തോണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, അതിലിപ്പോൾ ഒരു മാറ്റമില്ല. ഞങ്ങൾ ഇപ്പോൾ അതിൽ അപ്രൂവൽ കൊടുത്തേക്കുവാണ്, പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. വി ആർ അപ്രൂവ്ഡ്, ഞങ്ങൾക്ക് അതിലൊരു പ്രോബ്ലം ഇല്ല, വി ആർ ഹാപ്പി വിത്ത് ഇറ്റ് ആൻഡ് വി അപ്രൂവ് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾ എന്തുണ്ടോ ലൈഫിൽ അതിനോട് നമ്മൾ ഭയങ്കര പ്രൗഡാണ്, ഗ്ലോട്ടിംഗ് ആണ്, യു ആർ പ്രൗഡ് ആൻഡ് യു ടേക്ക് പ്രൈഡ് ഓവർ ദാറ്റ്, അങ്ങനെ അർത്ഥം. ഓക്കെ, സെൽഫ് അപ്രൂവൽ, അപ്രൊബേഷൻ എന്നൊക്കെ അർത്ഥം ഈ പറഞ്ഞ കോംപ്ലസൻസിക്ക് ഉണ്ട്, ഓർത്ത് വെച്ചോണം. പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ ചോദിച്ചിട്ടുണ്ട്? ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്, സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, അതാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇല്ലില്ല, പേഴ്സണൽസ് പറയും കേട്ടോ അക്ഷയ്, ഇല്ല, ചെക്ക് ചെയ്താണ് ഞാനത്. നേരത്തെ എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, പേഴ്സണൽ എന്ന വാക്കിന് പേഴ്സണൽസ് എന്നും പറയും കേട്ടോ. സ്റ്റാഫിനാണ് ഇതില്ലാത്ത കേട്ടോ, സ്റ്റാഫിന് എന്തില്ല, പ്ലൂറൽ ഇല്ല. ബിക്കോസ് സ്റ്റാഫ് ഇസ് സിംഗുലർ ആണെങ്കിലും സ്റ്റാഫാണ്, ഒരു സ്റ്റാഫ് ആണെങ്കിലും ഇതാണ്, അതുപോലെ തന്നെ ഒന്നിലധികം സ്റ്റാഫ് ആണെങ്കിലും സ്റ്റാഫാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത് പറയാം. ക്ലിയർ ആണല്ലോ അത്? പിന്നെ അക്ഷയ് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തേക്കാം. എനിക്ക് എന്താ പറയുക, നമ്മളൊരു സംശയം ഉള്ളിലോട്ട് വെച്ചിട്ട് നിൽക്കുന്നില്ല, ഞാൻ ഇപ്പോൾ തന്നെ അത് പറഞ്ഞ് ശരിയാക്കി തരാം. സ്റ്റേറ്റ് ഗവൺമെന്റ് മസ്റ്റ് എൻവിസാജ്ഡ്, ആരതി മസ്റ്റ് മോഡൽ ഓക്സിലറി വെർബ്, അതിനൂടെ എൻവിസാജ്ഡ് വരുമോ? ഇല്ല, കട്ട് ചെയ്ത് കളഞ്ഞ്. ഏത് മോഡലിൻ്റെ കൂടെയും പിള്ളേരെ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നിങ്ങൾ തെറ്റിച്ചാൽ ഞാൻ നിങ്ങളോട് പിണങ്ങുവേ. മോഡൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ എപ്പോഴും V1 വരാൻ പാടുള്ളൂ. വെർബിൻ്റെ ഫസ്റ്റ് ഫോം, പ്രസന്റ് ഫോം അല്ല കേട്ടോ, ഫസ്റ്റ് ഫോം ഓഫ് എ വെർബ്, റൂട്ട് ഫോം ഓഫ് എ വെർബ്, വെർബിൻ്റെ റൂട്ട് ഫോം മാത്രമേ കൊടുക്കുകയുള്ളൂ. സോ മസ്റ്റ് ഡു ഇറ്റ്, യു മസ്റ്റ് ഡു ഇറ്റ്, ഇറ്റ്സ് യു മസ്റ്റ് ഡിഡ് ഇറ്റ് പറയോ? ഇല്ല. മസ്റ്റ് എൻവിസാജ്ഡ് അല്ല, മസ്റ്റ് എൻവിസാജ് ദ വെൽഫെയർ ഓഫ് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റ്. ഓൾ റൈറ്റ്. വിക്ടോറിയൻ മൊറാലിറ്റി, ആ സംഭവം തന്നെ അതാണിത് കേട്ടോ. ആ സമയത്തെ കാലഘട്ടത്തിലെ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വിക്ടോറിയൻ കോംപ്ലസൻസി. ഓക്കെ, മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എൻവിസാജ് ഹെവി റെയിൻഫോൾ അൺടിൽ സാറ്റർഡേ. ഓൾ റൈറ്റ്. നമ്മുടെ സൊസൈറ്റി വിക്ടോറിയൻ മൊറാലിറ്റിയുടെ ബാഡ് എഫക്ട്സ് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു മാറ്റം വരുമ്പോഴും മറ്റുള്ളവർക്ക് കണ്ണുകടി എന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഇപ്പോഴും എന്താ പറയുക, മോറൽ പോലീസിങ്, എല്ലാത്തിലും കുറ്റം. പക്ഷേ എന്താലേ അത് കണ്ടില്ലേ, ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥ കണ്ടില്ലേ, ഇപ്പോഴും കുറ്റം പറയൽ ഓഫ് പീപ്പിൾ ഈസ് വൺ എഫക്റ്റ് ഓഫ് വിക്ടോറിയൻ കോംപ്ലസൻസി. യെസ്. സ്മഗ്നെസ് മീനിങ് എന്താ? സാറ്റിസ്ഫാക്ഷൻ തന്നെ. സ്മഗ്നെസ്സിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. നമ്മൾ ഒരു കാര്യം, നമുക്ക് എന്ത് നെഗറ്റീവ് എഫക്റ്റ് ആണല്ലോ അത് വന്നതിനോട് നമ്മൾ ഭയങ്കര പ്രൈഡ്, യു ടേക്ക് പ്രൈഡ് ഓഫ് വാട്ട് എവർ തിങ് ഇസ്, ഇവൻ ഇഫ് ഇറ്റ് ഇസ് നെഗറ്റീവ്, അതിൽ നിങ്ങളൊരു പ്രൈഡ് എടുക്കുന്നു, യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ്, എങ്കിൽ അതിനാണ് സ്മഗ്നെസ് എന്ന് പറയാം കേട്ടോ. പിന്നെ എൻവിസാജിങ് ഓഫ് പെട്രോൾ പ്രൈസ് മേ ഹിറ്റ് റുപ്പീസ് 160 on end of പറയില്ല, at the end of December, as well as petroleum companies and government are taken it as complacency. Are taken it അല്ല, are taken it പറയില്ല, are taking it കേട്ടോ. ഇന്നലെയും തിരിച്ചു ഇന്നും തിരിച്ചു, അതാണ്. യെസ്. എന്നോട് പറയാം ഹരിയെ. എൻവിസാജിങ് ഓഫ് പെട്രോൾ പ്രൈസ് മേ ഹിറ്റ് റുപ്പീസ് 160 at the end of December, as well as petroleum companies and government are taking it as complacency. കേട്ടോ. All right. Yeah. Every individual shall be complacent after grabbing a ഗവൺമെൻറ് ജോബ്. ഓക്കെ, ഇത് പോസിറ്റീവ് സെൻസിൽ ഉപയോഗിക്കും, കംപ്ലസൻ്റ് ആയിരിക്കണം എന്ന് പറയാം. പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം പറയാം, കംപ്ലസൻ്റ് എന്ന് പറയുന്നത്, ഓക്കെ, കംപ്ലസൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാക്കാണ് കേട്ടോ അമലെ. അപ്പോൾ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് വേർഡ് വരുമ്പോൾ കംപ്ലസൻ്റ് ഉപയോഗിക്കരുത്, മനസ്സിലായോ? ഏറ്റവും സ്യൂട്ടബിൾ വേർഡ് വരുമ്പോൾ കംപ്ലസൻ്റ് ഉപയോഗിക്കരുത്, ദാറ്റ്സ് റോങ്. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ വേർഡ്സ് വെച്ചിട്ട് 4-5 ഓപ്ഷൻ തരുമ്പോൾ അവിടെ കയറി നമ്മൾ കംപ്ലസൻ്റ് ഉപയോഗിക്കുക, അതൊരു നെഗറ്റീവ് വേർഡ് ആയതുകൊണ്ട് ബെറ്റർ അവോയ്ഡ് ഇറ്റ് കേട്ടോ. പിന്നെ അക്ഷയുടെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് കേട്ടോ. പേഴ്സണൽ എന്ന വാക്ക് അൺകൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. പേഴ്സണൽ അൺകൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കും, കാരണം പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിൻ്റെ അതേ അർത്ഥമാണ്. പീപ്പിൾ ഹു ആർ എംപ്ലോയിഡ് ഇൻ കമ്പനി, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിലുള്ള ആൾക്കാർക്കിൻ്റെ ആ പീപ്പിൾ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് തന്നെ ഉപയോഗിക്കും, പേഴ്സണൽ എന്ന് ഉപയോഗിക്കും. ഓക്കെ, മിലിറ്ററി പേഴ്സണൽ എന്നൊക്കെ പറയും. ഓക്കെ,
എന്നാൽ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ പ്ലൂറൽ നൗൺ ആൻഡ് പ്ലൂറൽ നൗൺ ആയിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? അത് പ്ലൂറൽ നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അതിനെ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഒഫീഷ്യൽ, ഒഫീഷ്യൽസ് എന്നൊക്കെ പറയും, ഒരു പ്രശ്നവുമില്ല കേട്ടോ. സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കുന്ന വാക്കാണത്. ഓൾറൈറ്റ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത്, my apprehension to envisage the outcome resulted in the perilous situation. In this perilous situation. Okay, fine. Dangerous situation. Okay, great. അപ്പോൾ അടുത്തതിലോട്ട് പോകാമല്ലോ നമുക്ക്. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുത്തതിലോട്ട് പോകാം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് സെറ്റ് ഓഫ് വേർഡ്സ് ആണ് റെൻഡർ. റെൻഡർ ചെയ്യുക ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റെൻഡർ ചെയ്യുക മീൻസ് render a hand, render, you should render your support to your cousins, you should render your support to your friends, you should render your support to your parents. Provide ചെയ്യുക, give ചെയ്യുക, supply ചെയ്യുക. And render is also a causative verb ആയിട്ട് ഉപയോഗിക്കാം. മീനിങ്ങിൽ make as a causative verb. render, make, render, make എന്നൊരു അർത്ഥമുണ്ട്. causative verb ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. causative verb ആയ make, അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയില്ലേ, കോസറ്റീവ് വേർബിൻ്റെ യൂസേജിൽ റെൻഡറിൻ്റെ മീനിങ് ഉണ്ട്. അടുത്ത വാക്ക് ഇസ് ഇൻസ്റ്റിൽ. ഇൻസ്റ്റിൽ സംതിങ്, ഇൻസ്റ്റിൽ ദ കറേജ്, ഇൻകൾക്കേറ്റ്, ഇംപ്ലാന്റ് ചെയ്യുക, ഇൻകൾക്കേറ്റ് ചെയ്യുക, ഓർ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. രണ്ട് അർത്ഥമുണ്ട് ഇൻസ്റ്റിലിന്. ഇൻകൾക്കേറ്റ് ചെയ്യുക, അതായത് നമ്മളതിൽ ഇൻസ്റ്റിൽ ദ കറേജ്, അവന് കൊടുക്കുക, നമ്മൾ ഒരാളിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുക, ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയും, അതാണ് ഇൻസ്റ്റിൽ. പിന്നെ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം ഇൻസ്റ്റിലുണ്ട്. അടുത്ത വാക്ക് ഇസ് പ്രസിഡൻസ്. നിങ്ങൾക്കറിയാം പ്രൊസീഡ് ചെയ്യുക എന്ന വേർബ്, പ്രൊസീഡ് എന്ന വേർബിൻ്റെ നോൺ ഫോർമുലേഷനാണ് പ്രൊസീഡിങ്. പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കറിയാം പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുൻപേ വരുന്നത് എന്നല്ല അർത്ഥം. പ്രൊസീഡ് അല്ല, പ്രൊസീഡ് അല്ലേ? അപ്പോൾ പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് പ്രയോറിറ്റി, അതിനെനിക്ക് മുൻഗണന കൊടുക്കേണ്ടത്. പ്രസിഡൻസ് മീൻസ് മുൻഗണന കേട്ടോ. പ്രീ എമിനൻസ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, പ്രൈമസി, ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിന് എന്താ മുൻഗണന കൊടുക്കുക. ദാറ്റ് ഈസ് പ്രയോറിറ്റി, പ്രീ എമിനൻസ്, പ്രൈമസി, പ്രസിഡൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത വാക്ക് സ്കെയർ മോങ്കർ. സ്കെയർ മോങ്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥമോ? സ്കെയർ മോങ്കറിങ് എന്ന് പറഞ്ഞൊരു വേർബും ഉണ്ട്, സ്കെയർ മോങ്കറും വേർബും ഉണ്ട് കേട്ടോ. സ്കെയർ എന്താണ് സ്കെയർ മോങ്കറിങ് സമ്മൺ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക, ചുമ്മാ മറ്റുള്ളവരായിട്ട് എന്താ എപ്പോഴും പേടിപ്പിക്കുന്നത്. ഇന്നൊരു ഇത് വരാൻ പോയി, എക്സാമ്പിൾ ഈ പറയുന്ന ഡാമിൻ്റെ കാര്യമൊക്കെ പറയാൻ മുമ്പ് നമ്മൾ മറ്റുള്ള ഒരുപാട് സ്കെയർ മോങ്കേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്, അലാമിസ്റ്റുകളാണ്. ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അലാമിസ്റ്റ് അല്ലെങ്കിൽ പെസിമിസ്റ്റുകൾ, നെഗറ്റീവ് ചിന്താഗതി എപ്പോഴും ഉള്ള, അല്ലെങ്കിൽ ദ പ്രോഫറ്റ് ഓഫ് ഡൂം, എപ്പോഴും ഒരു എന്താ പറയുക നെഗറ്റീവ് കാര്യം, ഇതാ പൊട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡൂം, നാശം വരാൻ പോകുന്നുള്ളൊരു ഇത് പറയില്ലേ, എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ സ്കെയർ മോങ്കർ എന്ന് പറയാം. സ്കെയർ മോങ്കറിങ് എന്നൊരു അർത്ഥം ഇതുകൊണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തിക്ക് നമുക്ക് വേർബായിട്ടും അത് ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. സോ ദാറ്റ്സ് എ മീനിങ്, ഓർത്ത് വെച്ചോണം. ഇന്ന് ആർട്ടിക്കിൾ അത് ഉള്ളതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ സ്കെയർ മോങ്കർ. ഓക്കെ, യെസ്. ഓക്കെ രേവതി, സോറി രേവതി, ഞാനത് പറഞ്ഞിരുന്നു. രേവതി ആ ക്ലാസ് കണ്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു, അതൊന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഏപ്രിൽ 12 വരെ അപ്ലൈ ചെയ്യാനുള്ളവരുണ്ടല്ലോ. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമല്ല SSCയുടെ എക്സാം വരുന്നുണ്ട്. ചെറിയൊരു തിരക്ക്. ഏപ്രിൽ 12 ഒരു അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ തുടങ്ങുള്ളൂ. ഏപ്രിൽ 18 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള പിറ്റേത്തെ തിങ്കളാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസ് ഏപ്രിൽ 18 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ റൈറ്റ്, അതുകൊണ്ടാണ് രേവതി, ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. Okay, sorry for the inconvenience, I'm so sorry. Okay, the dog gnawed and hit the cage after being captured by the hunter. Okay, the dog gnawed and hit the cage after being captured by the hunter. Okay, all right. Adda, one day Mr. Putin's complacency towards war comes to an end. Yeah, of course. Varum alle, yeah, predecessor. Okay, precedent. Yeah, munbe alle, mungami എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് അല്ലേ? Yes, 5-year plans envisaged long-term plans than Niti Aayog. Okay, 5-year plans envisaged long-term plans than Niti Aayog. That's great. All right, അപ്പോൾ സെറ്റ് ആണല്ലോ, എല്ലാവരും സെറ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ, നമ്മുടെ എന്താ വൊക്കാബ് കഴിഞ്ഞു, നമ്മൾ നേരെ ആർട്ടിക്കിളോട്ട് പോവാണ്. അപ്പോൾ മനസ്സിലായി എല്ലാവരും ഒരു തംസപ്പ് ഇട്ടോളൂ. ആൻഡ് മനസ്സിലായവർ തംസപ്പ് ഇടുക മാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി ഉണ്ട്. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ നമ്മുടെ യജ്ഞ ബാച്ചിനെ പറ്റി ഞാൻ പറഞ്ഞു നേരത്തെ ചോദിച്ച പോലെ, അജിത്ത് ചോദിച്ച പോലെ, നമ്മൾ തുടങ്ങാൻ പോകുന്ന 26-ാം തീയതിയാണ്.
ഫൗണ്ടേഷൻ ബാച്ചാണ് ബാങ്കിങ് ആസ്പിറൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ട്. ജൂണിൽ നമ്മൾ ഒരുപാട് എക്സാംസ് ബാങ്കിങ് എക്സാംസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെറ്റാക്കി എടുക്കണം. അതാണ് നമ്മുടെ യജ്ഞ ബാച്ചിൻ്റെ പ്രത്യേകത. 11 to 12:30 ഒരു സെഷനുണ്ട്, 5 to 6:30 ഒരു സെഷനുണ്ട്, 7:30 to 9. ഇങ്ങനെ നമുക്ക് 3 സെഷൻസ് ആണ് നമ്മുടെ ബാങ്കിങ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 3.5 മണിക്കൂർ ക്ലാസ്സുകൾ 26 ഏപ്രിൽ 26 സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷ് പ്രോ കോഴ്സ് നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ളൊരു കോംപ്രഹെൻസീവ് ബാച്ചാണ് എല്ലാ കോമ്പറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട്. അതിപ്പോൾ KPSC എക്സാം ആയിക്കോട്ടെ, UPSC എക്സാംസ് ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ ബാങ്കിങ് ലെവലോ SSC ESSI ഏത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും. April 19 സ്റ്റാർട്ട് ചെയ്യുന്നു. 2 ക്ലാസ്സുകളായിരിക്കും പോകുന്നു, ബട്ട് എല്ലാ ദിവസവും ഇല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. 3 PM to 4:30, 8:30 to 10 അതാണ് നമ്മുടെ സെഷൻ. റിവാമിസും ഞാനും കൂടെ കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ ദെയർ. അപ്പോൾ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ആർട്ടിക്കിളിലോട്ട് പോകണം. ഇന്നത്തെ ആർട്ടിക്കിൾ ദ ചൈൽഡ് അറ്റ് ദ സെൻറ്റർ, കുട്ടികൾ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ അറ്റ് ദ സെൻറ്റർ, കുട്ടികളെ വേണം നമ്മൾ സെൻറ്ററിൽ വെക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. നമുക്കതിനെപ്പറ്റി ഞാൻ ചൈൽഡ്, അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ സെക്യൂരിറ്റി, അതിനെപ്പറ്റിയാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കേട്ടോ. ട്രൈ ടു ഇൻസ്റ്റിൽ കോൺഫിഡൻസ് ഇൻ യുവർ ചിൽഡ്രൻ ഫ്രം എ വെരി യങ് ഏജ് ഇറ്റ് സെൽഫ്. ഇൻസ്റ്റിലിന് 2 L ഇല്ല കേട്ടോ, 1 L ഉള്ളേ. ഓക്കെ, ഇൻസ്റ്റിലിന് 1 L ഉള്ളൂ കേട്ടോ. ടിൻറ്റു Rahul renders his wealth to his daughters. Okay, right. The Ministry of Women and Children should give precedence to safety of women and children as the ministry is inculcated with this duty. അഭിനയ ഗ്രേറ്റ്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അഭിനയ പറഞ്ഞ അതേ സെൻറ്റൻസ് ആണ് നമ്മൾ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മിഷൻ വാത്സല്യ മസ്റ്റ് ബ്രിങ് ടുഗെദർ സർവീസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ടു ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ്. അപ്പോൾ ഒരു മിഷൻ വാത്സല്യം എന്ന് പറഞ്ഞ വാത്സല്യം അല്ലേ, അതിൻ്റെ ഒരു മിഷൻ ഉണ്ട്. ആ മിഷൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? സർവീസസും സ്ട്രക്ചേഴ്സും ഒരുമിച്ച് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ്, കഷ്ടപ്പാട്, ട്രബിളിലുള്ള കുട്ടികൾ, ആംഗ്വിഷിലുള്ള കുട്ടികൾ, സഫർ ചെയ്യപ്പെടുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ഈ മിഷന്, അതിന് വേണ്ടിയിട്ടായിരിക്കണം ഈ മിഷൻ കൊണ്ടുവരേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ആർട്ടിക്കിളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം അല്ലേ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. Schemes designed for social good do well on intent, but their success depends on whether they are built on principles of sustainability and work within structures of accountability. While the centers intend to while the centers intend to provide integrated benefits to children and women's is behind the comprehensive revamping of Department of Women and Children schemes, is this a project constructed with rules that will ensure maximum benefit for shareholders, women and children? ഇതാണ് ചോദ്യം. നമ്മൾ ഒരുപാട് സ്കീംസ് തുറന്നു കൊണ്ടുവരുമ്പോൾ, മുന്നോട്ട് കൊണ്ടുവരുന്ന സോഷ്യൽ റിഫോംസ് ആണ്. ഇങ്ങനെ കൊണ്ടുവരുന്ന റിഫോംസ്, സ്കീംസ് എല്ലാം നല്ലതാണ്, ഒരു തെറ്റുമില്ല. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ ഗുഡ്, സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ എയിം കൊള്ളാം, സെറ്റാണ്, നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? അത് സക്സസ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദേ ആർ ബിൽഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. അത് സസ്റ്റൈനബിൾ ആണോ, അത് നിലനിന്ന് പോകുന്നുണ്ടോ, വെദർ ഇറ്റ് ഈസ് കണ്ടിന്യൂവിങ്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, എന്നുള്ള ഇതിലാണ് അതിന് എന്താ പറയുക, സക്സസ് ഉണ്ട്, ഇറ്റ് ഈസ് ഫ്രൂട്ട്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഫ്രൂട്ട്ഫുൾ ആയി, അത് മറ്റുള്ളവരോട് എത്തുന്നുണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ഈ ക്ലാസ് ഡെയിലി സ്റ്റാർട്ട് ചെയ്യുന്നത് 9 to 10. താങ്ക് യു അക്ഷയ്, താങ്ക് യു. 9 മണി മുതൽ 10 മണി വരെയാണ് കേട്ടോ നമ്മുടെ സെഷൻ. കുറച്ച് സമയം നീട്ട് നമ്മൾ ചിലപ്പോൾ ഇത് നീണ്ടു പോകുമ്പോൾ, ഡിസ്കഷൻ നീളുമ്പോൾ കേട്ടോ, 10:30 ഒക്കെ വരെ വരാറുണ്ട്. സോ സസ്റ്റൈനബിലിറ്റി ആൻഡ് വർക്ക് വിത്തിൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് അക്കൗണ്ടബിലിറ്റി. മാത്രമല്ല ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരുടെ കയ്യിലാണ്, അല്ലെ, ആര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നുള്ളതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എപ്പോഴും ഏതെങ്കിലും ഒരു സ്കീം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്ന സസ്റ്റൈനബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ് വെരി ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അല്ലേ. ആര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു ആൻഡ് അത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് ബെനിഫിറ്റ്സ് കൊടുക്കണം. ആർക്ക്? ചിൽഡ്രനും വിമനും, കുട്ടികൾക്കും സ്ത്രീകൾക്കും വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് 2 പേർക്കും ഒരുപോലെ നല്ല ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ഉദ്ദേശ്യം. ഓക്കെ, ആൻഡ് ഇതാണ് ഈ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, അതായത് കോംപ്രഹെൻസീവ് ഓൾ ഇൻ വൺ അല്ലേ. ഓൾ ഇൻ വൺ എന്നാണല്ലോ കോംപ്രഹെൻസീവിൻ്റെ അർത്ഥം, എല്ലാം കൂടി, ഹോൾ, ഓൾ ഇൻ വൺ, എല്ലാം കൂടെ കൂടിയതിനെയാണ് ഓൾ ഇൻ വൺ ആണ് കോംപ്രഹെൻസീവ് എന്ന് പറയാം. റിവാമ്പിങ്, അതായത് ഇംപ്രൂവിങ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ സ്കീംസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ഇടുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരിലോട്ടും ചിൽഡ്രനും കുട്ടികളിലോട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് എത്തണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, ഈസ് ദിസ് എ റിജിക്, ഈസ് ദിസ് എൻ ഇംപ്രൂവ്മെന്റ്
അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊരു റീഓർഗനൈസേഷൻ ആണോ? ഈസ് ഇറ്റ് എൻ റീഓർഗനൈസേഷൻ? അതൊരു റീഓർഗനൈസേഷൻ ആണോ? നമ്മൾ റീഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ? കൺസ്ട്രക്റ്റഡ് വിത്ത് നിയമമൊക്കെ ഉള്ള ഒരു റീഓർഗനൈസേഷൻ ആണോ? ദാറ്റ് വിൽ എൻഷുവർ മാക്സിമം ബെനിഫിറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം ബെനിഫിറ്റ് എത്താൻ വേണ്ടിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? കുട്ടികളിലും വിമനിലും അത് എത്തുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നിലനിൽക്കുകയാണ്. Let's see. Mission Vatsalya, which has been operationalized, is one of the new triad of schemes along with Mission Shakti and Portion 2.0 that aims at securing a healthy and happy childhood for every child. Components under Mission Vatsalya include statutory bodies, service delivery structures, institutional care or services, non-institutional community-based care, emergency outreach services, training and capacity building. The impact of this on one of the pillars of India's child protection services. The Child Line has been giving child rights activists sleepless nights. Child Line, the 24-hour toll-free, അങ്ങനെ പോകും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതെന്താ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിഷൻ വാത്സല്യയുടെ പ്രത്യേകത, നമ്മളിപ്പോൾ മിഷൻ വാത്സല്യയെ പറ്റിയാണല്ലോ പറയുന്നത്, കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ് അല്ലേ? മിഷൻ വാത്സല്യ എന്ന് പറയുന്നത് ഓപ്പറേഷണലൈസ് ചെയ്ത് തുടങ്ങിയിട്ട്, അത് ഓപ്പറേഷനിലെത്തിയിട്ട് എഫക്റ്റിലോട്ട് എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്തായിട്ടാണ്? ഒരു ട്രയഡിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ട്രയഡ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ അല്ലേ? 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന യൂണിറ്റ് ഓഫ് 3, അതിനെയാണ് ട്രയഡ് എന്ന് പറയുക അല്ലേ? ട്രയഡ്, ഡബിൾ 2, ട്രയഡ് 3 അല്ലേ? അപ്പോൾ ട്രിപ്പിളൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അതിൽ വന്നതാണ്. അപ്പം ഒന്ന് മിഷൻ ശക്തിയാണ്, പിന്നെ രണ്ടാമത്തെ പോർഷൻ 2.0. ഈ 3 കൂടെ കൂടിച്ചേരുന്ന മിഷൻ വാത്സല്യയും മിഷൻ ശക്തിയും പോർഷൻ 2.0 കൂടെ കൂടി 3 ട്രയഡിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ പറയുന്ന മിഷൻ വാത്സല്യം. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ ട്രയഡിന്റെ ഇമ്പോർട്ടൻസ്, അവരുടെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ, അവർക്ക് സെക്യൂർ ചെയ്യണം ഹെൽത്തി ആൻഡ് ഹാപ്പി ചൈൽഡ്ഹുഡ്. എല്ലാ കുഞ്ഞുങ്ങളിലും ഒരു കുട്ടികളിലും ഹെൽത്തി ആൻഡ് ഹാപ്പി ചൈൽഡ്ഹുഡ് വേണം എന്നുള്ളതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒന്നാണ്. ഇവരുടെ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ടാവും, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ലോഫുൾ ആയിട്ടുള്ള ബോഡീസ് ഉണ്ട്, സർവീസ് ഡെലിവറി സ്ട്രക്ചേഴ്സ് ഉണ്ട്, സർവീസ് ഒക്കെ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുള്ള അതിനുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആൻഡ് സർവീസസ് ഉണ്ട്. കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ കുട്ടികളിൽ പറയാം, നമ്മൾ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് പറ്റില്ലാത്ത, അങ്ങനെ വീട് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് അവരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു സ്ട്രക്ചറിലോട്ട് കൊണ്ടുപോകുന്നു. നോൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരിക, അല്ലാതെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് കെയറും ഉണ്ട്. കുട്ടികൾക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കുട്ടികൾ കെയർ ചെയ്യുന്നതിലുണ്ട്. മാത്രമല്ല എമർജൻസി പെട്ടെന്ന് കുട്ടികളിലോട്ട് എത്തണം, ഔട്ട്റീച്ച് ചെയ്യണം, അവരിലോട്ട് എത്തണമെങ്കിൽ അതിനുള്ള സർവീസസും ഉണ്ട്. മാത്രമല്ല ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്ങും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കീമിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി പില്ലേഴ്സ് ഓഫ് ഇന്ത്യസ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസ്. ഇന്ത്യയുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർവീസിലെ ഏറ്റവും വലിയ പില്ലറായ ഒന്നാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാലേ ചൈൽഡ് ലൈൻ, എമർജൻസിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചൈൽഡ് ലൈൻ നമ്പറൊക്കെ അറിയില്ലേ? സോ ചൈൽഡ് ലൈനിലെ അതാണ് വലിയൊരു ഇമ്പാക്റ്റ്, ഇതിന് ക്രിയേറ്റ് ചെയ്തൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ദേ ഹാവ് സ്ലീപ്ലെസ് നൈറ്റ്സ് ആണ്, ഉറക്കമില്ലാത്ത രാത്രികളാണ്. ചൈൽഡ് ലൈൻ 10, ഇനി അറിയില്ലാത്തവർക്ക് 1098 1098 ഓർത്ത് വെച്ചാൽ കേട്ടോ, ആ നമ്പർ വിളിച്ചാൽ. ഇറ്റ്സ് എ 24-hour ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഫോർ ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ്. പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ്. ആർക്കും വിളിച്ച് കുട്ടികൾ ആരെങ്കിലും ബുദ്ധിമുട്ട് നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. 1098 ഓർത്താൽ മതി. 1098 will be manned by Home Affairs Ministry under Mission Vatsalya. Union Minister Smriti Irani said last year, citing the need to preserve data sensitivity. അപ്പോൾ ഡേറ്റ സെൻസിറ്റിവിറ്റി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൃതി ഇറാനി നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഇയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഹോം അഫയേഴ്സ് മിനിസ്ട്രിയുടെ മിഷൻ വാത്സല്യ എന്നതിൻ്റെ കീഴിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള മാൻഡ് ബൈ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എന്താണ് ചൈൽഡ് ലൈൻ സർവീസസ്, ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. അത് ഏത് കുട്ടികൾക്കും ഡിഫിക്കൽട്ടിയിലാണെങ്കിൽ യു ക്യാൻ കോൾ ദം 24/7. അതാണ് സി. ഇനി നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The Child Line has been in operation for over 25 years, growing gradually to become one of the largest global networks to assist and rescue children in distress. It has functioned as a public-private partnership between the government and civil society organizations to provide a first responder safety net and kickstart to process of rescue and rehabilitation of. അപ്പോൾ ഇത് തുടങ്ങിയിട്ട്, ഈ ചൈൽഡ് ലൈൻ തുടങ്ങിയിട്ട് 25 വർഷത്തിലേറെയായി, ഓവർ 25 years.
ഗ്രാജുവലായിട്ട് തുടങ്ങി വലിയ ഇന്ത്യയുടെ ഏറ്റവും വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ നെറ്റ്വർക്ക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൈൽഡ് ലൈൻ വന്നിട്ടുണ്ട്. എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? അസിസ്റ്റ് ചെയ്യുന്നു ആൻഡ് റെസ്ക്യൂ ചെയ്യുന്നു കുട്ടികളെ, ഡിസ്ട്രസ്സിലുള്ള കുട്ടികൾ. അപ്പോൾ ഇതൊരു പബ്ലിക് പ്രൈവറ്റ് ആയിട്ട് മാറി കളിക്കും. പാർട്ട്ണർഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഗവൺമെന്റും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഫസ്റ്റ് റെസ്പോണ്ടന്റ് സേഫ്റ്റി നെറ്റ് ഇവർ ആദ്യം റെസ്പോണ്ട് ചെയ്യും, ചടപടയുന്നു. ആൻഡ് റെസ്ക്യൂ റെഹബിലിറ്റേഷൻ പ്രോസസ്സിന് ഒരു കിക്ക് സ്റ്റാർട്ട് തുടക്കുന്നു. ഇതാണ് ചൈൽഡ് ലൈൻ്റെ പ്രത്യേകത. ചൈൽഡ് ലൈൻ എന്തിനാ ചെയ്യുന്നത്? ദേ ആർ ദ മീഡിയേറ്റേഴ്സ്. ആദ്യം ഇവരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. ഇവരിൽ നിന്നാണ് ബാക്കി പ്രൊസീജിയേഴ്സിലോട്ട് കൊണ്ടുപോകുന്നത്. സോ ദേ ആർ ദ കിക്ക് സ്റ്റാർട്ടിങ് ഇത് ഇവരാണ്. റെസ്ക്യൂ മിഷൻ തുടങ്ങുന്നത് ചൈൽഡ് ലൈനിൽ നിന്നാണ്. റീഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ. റോഡ് മാപ്പ് ടു ഇംപ്ലിമെന്റ്. നമുക്ക് റോഡ് മാപ്പ്, അപ്പോൾ തുടക്കം റോഡ് മാപ്പ് എന്ന് പറഞ്ഞ ഒരു ജേർണിക്ക് പോകുമ്പോൾ നമ്മൾ റോഡ് മാപ്പ് നോക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംപ്ലിമെന്റ് ദ സ്കീം ഇസ് നോട്ട് യെറ്റ് അവൈലബിൾ. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഒരു റോഡ് മാപ്പ്, കംപ്ലീറ്റ് സ്ട്രക്ചർ ഇസ് നോട്ട് അവൈലബിൾ, ബട്ട് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പോലീസ് പേഴ്സണൽ വിൽ ഫസ്റ്റ് ആൻസർ ദ കോൾ, handing over implementation to NGOs later. This flies in the face of the facts invoked while setting up Childline in 1996. Children do not feel comfortable confiding in police personnel. It also sought to reduce the burden on the police force by invoking their assistance only if the circumstances necessitated it. This was proven beyond doubt during a short-lived experiment in Chennai around 2003 when childline calls were. അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ തുടങ്ങിയതിൻ്റെ ചരിത്രത്തിലോട്ട് നമുക്ക് പോകാം. റോഡ് മാപ്പ് ഇതൊരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഇതുവരെ റെഡി ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. അണ്ടർസ്റ്റുഡ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരു പോലീസ് പേഴ്സണൽ ആയിരിക്കും കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് റെസ്പോൺസിബിലിറ്റി ഹാൻഡ് ഓവർ ചെയ്യുന്നത് NGOസിലോട്ട് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം പോലീസ് പേഴ്സണൽസ്, എന്നിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആരോട്ട് കൊടുക്കും? NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിലോട്ട് അവരുടെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രൊസീജിയർ പോകുന്ന ഒരു പരിപാടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇതിന്റെ ഫാക്ട് എന്ന് വെച്ചാൽ ഇത് ആദ്യമേ 1996 ചൈൽഡ് ലൈൻ ബിൽഡ് ചെയ്യപ്പെട്ട അതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഈസ് നോട്ട് ഹാപ്പി ഓർ ദേ ആർ നോട്ട് കംഫർട്ടബിൾ ഇൻ കൺഫൈഡിങ് ഇൻ പോലീസ് പേഴ്സണൽ. 1996 തുടങ്ങിയ സമയത്ത് പോലീസ് പേഴ്സണലിനോട് തുറന്നു പറയാൻ കുട്ടികൾക്ക് ഒരു ഇതില്ല, എന്താ പറയുക, ഒരു കംഫർട്ടബിലിറ്റി ഇല്ല. ദേ ആർ നോട്ട് കംഫർട്ടബിൾ ഇനഫ് ടു ഡു ദാറ്റ്. അപ്പോൾ കൺഫൈഡ് ചെയ്യുക, ഞാൻ പറഞ്ഞല്ലോ കൺഫൈഡ് ചെയ്യുക, തുറന്നു പറയാനുള്ള ഒരു ഇത് കുട്ടികൾക്കൊരു മനോവസ്ഥയിലേ അല്ല പിള്ളേർ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് അതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സിനെ അവിടുന്ന് മാറ്റിയാൽ എന്തുവരും? ബേർഡൻ പോലീസ് ഫോഴ്സിന് കുറച്ച് കുറയും. അതാണ്. അപ്പോൾ വേണമെങ്കിൽ മാത്രം അവർ ഇടപെട്ടാൽ മതി. ഇഫ് ദ സർക്കംസ്റ്റൻസസ് നെസസിറ്റേറ്റഡ് ഇറ്റ്, വേണമെങ്കിൽ മാത്രം, ആവശ്യപ്പെട്ടാൽ മാത്രം അവർക്ക് ചെയ്താൽ മതി എന്നാണ് ഇതിൽ. അതിൽ ഇടപെട്ടാൽ മതി പോലീസുകാർ, ഇല്ലെങ്കിൽ പോലീസുകാർ ഇടപെട്ട ആവശ്യം വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. കാരണം വെച്ചാൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടായിരുന്നു 2003 ചെന്നൈയിൽ വെച്ചിട്ട്. 2003 ചൈൽഡ് ലൈൻ സർവീസസിൽ ആ സമയത്ത് ചെന്നൈയിൽ 2003 ചെന്നൈയിൽ ചൈൽഡ് ലൈൻ സർവീസസിൽ കോൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത് എപ്പോഴും കോൾ ഡൈവേർട്ട് ചെയ്തേക്കുന്നത് ഓൾ വിമൻ പോലീസ് സ്റ്റേഷൻസിലായിരുന്നു. എല്ലാ വിമൻ പോലീസ് സ്റ്റേഷൻസിലോട്ടും കോൾ ഡൈവേർട്ട് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് 2003 കേട്ടോ. ആൻഡ് ദേ വർ ഇനണ്ടേറ്റഡ് വിത്ത് കോൾസ് hampering regular work. Sometimes all the children wanted was to spend some time talking to someone, or they were making multiple blank calls before they picked up the courage to tell all. In many cases, police intervention was not needed at all. The old system was hurriedly revived and order restored. The center will do well to incorporate these responses as it sets out a roadmap for a key aspect of child protection. Above all, it must consider the issue from the perspective of the key. അപ്പോൾ അങ്ങനെ 2003 ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാ വിമൻ പോലീസ് സ്റ്റേഷൻസിലോട്ടും കോൾ ഡൈവേർട്ട് ചെയ്ത് പോട്ടെ. അങ്ങനെ വന്നപ്പോൾ കോളുകളുടെ ഒരു ഫ്ലഡ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഓവർവെൽംഡ് വിത്ത് കോളുകളോട് പ്രളയം. ആൻഡ് ഇറ്റ് വാസ് ഹാമ്പറിങ് ദി റെഗുലർ വർക്ക്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ റെഗുലർ വർക്കിനെ മൊത്തം തടസ്സപ്പെടുത്തി. ഹാമ്പർ ചെയ്യുക, തടസ്സപ്പെടുത്തുക, അല്ലേ, തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് ചില സമയത്തൊക്കെ, എല്ലായ്പ്പോഴും അല്ല, ചില സമയത്തൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദേ വോണ്ട് സംബഡി ടു സ്പെൻഡ് ടൈം ടോക്കിംഗ് ടു ദം. അവർക്ക് ആരോടെങ്കിലും ഒന്ന് പറയണം, തുറന്നു പറയണം. അവരുടെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ ആരെങ്കിലും വേണം. ചില സമയങ്ങൾ അത് മാത്രം മതി. ചില സമയത്ത് വെറും മൾട്ടിപ്പിൾ ബ്ലാങ്ക് കോൾസ് വരും. എന്നിട്ടാണ് അവർ റെഗുലറായിട്ട് ഒരു കോളിലോട്ട് വരിക, അതിനുള്ള ധൈര്യം വരിക. അപ്പോൾ ചില കേസുകളിൽ പോലീസിന് ഇൻ്റർവെൻഷൻ്റെ ഒരു ആവശ്യം പോലും വരുന്നില്ല. അങ്ങനെ ഈ ഓൾഡ് സിസ്റ്റം പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് റിവൈവ് ചെയ്തെടുത്തു, റീഓർഡർ ചെയ്തെടുത്തു, റീസ്റ്റോർ ചെയ്തെടുത്തു, മാറ്റിയെടുത്തു. അപ്പോൾ അതുപോലെ സെൻറ്റർ എന്ത് ചെയ്യും? സെൻറ്റർ വിൽ ഡു ഇൻകോർപ്പറേറ്റ് പുതിയ റെസ്പോൺസ് കൊടുക്കുന്നു. അങ്ങനെ പുതിയൊരു റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ കൊണ്ടുവരണം. അതാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ ഒരു കീ ആസ്പെക്റ്റ് ആയിട്ട് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു കാര്യം
ഇതിനേക്കാളൊക്കെ അനുബന്ധിച്ച് എബോവ് ഓൾ, ഇതിനേക്കാളൊക്കെ മോർ ദാൻ ദിസ് ഓൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇഷ്യൂ നമ്മൾ ചെയ്യുന്ന എന്ത് പെർസ്പെക്റ്റീവിലായിരിക്കണം? പെർസ്പെക്റ്റീവ് ഫ്രം ദ കീ ബെനിഫിഷ്യറീസ് ഓഫ് ദി സ്കീം. ഈ സ്കീമിൻ്റെ ബെനിഫിഷ്യറീസ് ആരാ? കുട്ടികളും വിമനും ആണെങ്കിൽ, ചൈൽഡിൻ്റെ ആണെങ്കിൽ കുട്ടികൾ അല്ലേ, ആ ബെനിഫിഷ്യറീസ് ആണെങ്കിൽ, റെസിപ്പിയൻസ് അവരാണെങ്കിൽ ചൈൽഡ്, കുട്ടിയാണല്ലോ അവരുടെ കീ ബെനിഫിഷ്യറി. അപ്പം അവരുടെ പെർസ്പെക്റ്റീവിൽ വേണം ഈ ഇഷ്യൂ ടാക്കിൾ ചെയ്യാൻ. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഹിസ് ഓർ ഹെർ സേഫ്റ്റി, സെക്യൂരിറ്റി, ഹാപ്പിനെസ് ആർ എൻഷുർഡ് ഇൻ എ bond of trust, necessarily going beyond the letter of the law. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം, നമ്മൾ പാത്രം അറിഞ്ഞ് വിളമ്പുക നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ടല്ലേ. അപ്പോൾ ഈ ബെനിഫിഷ്യറീസ് ആരാ? കുട്ടികളാണ്. അപ്പോൾ കുട്ടികളുടെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി അനുസരിച്ച് ആൻഡ് ദെയർ ഹാപ്പിനെസ് ആയിരിക്കണം നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. അത് ഒരു ട്രസ്റ്റിൻ്റെ, ഇറ്റ് മസ്റ്റ് ബി എ ബോണ്ട് ഓഫ് ട്രസ്റ്റ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് കുട്ടികൾ നമുക്ക് അല്ലേ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം നമ്മളെ വിശ്വസിക്കണം, എങ്ങാലേ ചെയ്യുള്ളൂ. ആൻഡ് അതൊരിക്കലും നിയമം എന്താണ് നിയമം ശാസിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ഗോ ബിയോണ്ട് ദി ലെറ്റർ ഓഫ് ദ ലോ. നിയമത്തിൽ എന്തിനേക്കാളും ബിയോണ്ട് ആയിരിക്കണം അത് പോക്ക്. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അനലിറ്റിക്കൽ ആർട്ടിക്കിൾ തന്നെയാണ് കേട്ടോ. ഡാം സെക്യൂരിറ്റി സേഫ്റ്റിനെ പറ്റി നമ്മൾ കൊടുക്കുന്നത് മുല്ലപ്പെരിയാർ ഇഷ്യൂവിൻ്റെ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയ ഒരു സർഫസ് റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും കേട്ടോ. ഓക്കെ, ശരിയാ, എല്ലാ പോലീസുകാരും ജിം ഗോർഡൻ പോലെ അല്ല. ഓക്കെ, സോ ക്ലിയർ ആയോ? മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. ലെറ്റ്സ് മൂവ് ടു ദി സ്പോട്ട് ദ ക്വസ്റ്റൻ. അപ്പോൾ ഇന്നത്തെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകാം. ഇന്നലത്തെ ആൻസർ ആരും തന്നെ തന്നില്ല കേട്ടോ. ലെറ്റ് മീ ടെൽ യു. എല്ലാവരും തന്നില്ല എന്നല്ല, കുറച്ച് പേര് തന്നു. ഓഫ് കോഴ്സ് കുറച്ച് പേര് തരുമല്ലോ. കുറച്ച് പേരൊക്കെ തരുമ്പോൾ ഞാൻ ഓർത്തു കുറച്ച് പേരെങ്കിലും ആൻസർ ചെയ്യുമായിരിക്കും എന്ന് ഓർത്തിട്ട് എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല. ആരും രാവിലെ തന്നല്ലേ. ഓക്കെ, ബാക്കി വളരെ കുറച്ച് പേര് ആൻസർ തന്നുള്ളൂ. സാധാരണഗതിയിൽ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പേര് എനിക്ക് ആൻസർ തന്നിട്ടുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലായിരുന്നോ? ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, മീൻ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നലത്തേൽ വന്നിരിക്കുന്നത്. മനസ്സിലാക്കി തംസപ്പ് ഇട്ട് പിള്ളേരെ നമുക്ക് വേഗം പോയി. ഇത്ര വലിയ സ്കീം എന്ന് ഒരു ചോദ്യമാണ് ശരിക്കും. ബിക്കോസ് സത്യം. ഓക്കെ, പോവാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് എത്രത്തോളം ഈ ഒരു സ്കീം എത്രത്തോളം അത് റെഡി ആകുമെന്ന് നമുക്ക് അറിയത്തില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അൺക്ലിയർ ദാറ്റ് എനിവൺ വിൽ ബി വില്ലിംഗ് ടു ടേക്ക് ചാർജ് അമിസ്റ്റ് എ സീമിംഗ്ലി അൺസർമൗണ്ടബിൾ എക്കണോമിക് ക്രൈസിസ്. ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാത്തൊരു എക്കണോമിക് ക്രൈസിസിൽ ആരെങ്കിലും ഏറ്റെടുക്കുമോ? ടേക്ക് ചാർജ് ആരെങ്കിലും ലീഡർഷിപ്പ് എടുത്ത് വെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇറ്റ്സ് അൺക്ലിയർ, ക്ലിയർ അല്ല എന്നാ പറയുന്നത്. സോ വാട്ട് വിൽ ബി ദ എറർ? ഇവിടെ എന്താണ് എറർ വരിക? എന്തായിരിക്കും എറർ? സപ്പോസ് എറർ ഉണ്ടെങ്കിൽ എന്താണ് എറർ വരിക? നോക്കിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഇറ്റ് ഈസ് അൺക്ലിയർ ദാറ്റ് എനിവൺ വിൽ ബി വില്ലിംഗ് ടു ടേക്ക് ചാർജ് അമിസ്റ്റ് എ സീമിംഗ്ലി ഇൻസർമൗണ്ടബിൾ ഇക്കണോമിക് ക്രൈസിസ്. കിട്ടുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് എന്നുള്ളത് ഇഫ് എന്നുള്ളതും വെദർ എന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. യു ആർ നോട്ട് ഷുവർ. ഉറപ്പില്ല, ക്ലിയർ അല്ല, അൺസേർട്ടൻ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഇഫോ വെദറോ ഉപയോഗിക്കുള്ളൂ. ക്ലിയർ അല്ലല്ലോ, ഇറ്റ്സ് അൺക്ലിയർ അല്ലേ. ഇഫ് യു ആർ ഷുവർ ആണ്, സെർട്ടൺ ആണ് എങ്കിൽ നിങ്ങൾക്ക് ദാറ്റ് ഉപയോഗിക്കാം കേട്ടോ. ദാറ്റ് എപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അൺക്ലിയർ ആണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഷുവറിറ്റി ഇല്ല. യു ആർ നോട്ട് ഏബിൾ ടു നോ അല്ലേ. അറിയില്ലെങ്കിൽ ഇവിടെ ഇഫ് ഉപയോഗിച്ചോ ഓർ വെദർ ഉപയോഗിച്ചോ. ഇഫ് ഉപയോഗിച്ചാലും വെദർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. യു ക്യാൻ നോട്ട് യൂസ് ഹരി തന്നായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. എനിവൺ വിൽ ബി വില്ലിങ്, എനിവൺ ഈസ് വില്ലിങ് അല്ലല്ലോ, അല്ല കേട്ടോ ഹരി. വിൽ ബി തെറ്റില്ല, വിൽ ബിയിൽ തെറ്റില്ല കേട്ടോ. അപ്പോൾ നോക്കിയോ, ഇറ്റ് ഈസ് അൺക്ലിയർ ഇഫ് ഓർ whether anyone will be willing to take charge amidst a seemingly insurmountable economic crisis. Okay, clear ആണല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ക്വസ്റ്റ്യൻ ഇതാണ്. The proposal makes the chief secretaries of Tamil Nadu and Kerala accountable and provide for the
Participation of technical experts as panel members. That's the question. The proposal makes the Chief Secretaries of Tamil Nadu and Kerala accountable and provide for the participation of technical experts as panel members. That's the question. Take a screenshot, answer the comment section. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ് എസ് ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ആസ് വെൽ ആസ് ദോസ് ഹു ആർ വാച്ചിങ് ഇറ്റ് റെക്കോർഡഡ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോമെന്റ് സെക്ഷനിൽ അയക്കാം. മെർസി ബിക്കോ ഞാൻ എപ്പോഴും ഓർക്കും, നീ എനിക്ക് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് പറയാൻ പറ്റാതെ പോയല്ലോ എന്ന്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ CMS കോളേജ് കോട്ടയം ആണ് രേവതി കേട്ടോ. അപ്പോഴേ ഒരു കാര്യമുണ്ടല്ലോ സൗമ്യ, ആപ്പിലല്ല, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ PDF കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കും. ഈ വീഡിയോയുടെ താഴെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും PDF നമ്മൾ ടെക്നിക്കൽ ടീം DDPക്ക് അവരിടും. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ നേരെ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു തവണ ക്ലിക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും വരും. എന്നിട്ട് വീഡിയോ കാണാം. വീഡിയോയുടെ താഴെ ഓപ്പൺ PDF എന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഓപ്പൺ PDF കൊടുക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കുക. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ സംഭവമാണ്, വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. സൗമ്യ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ടെക്നിക്കൽ ടീം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യാവുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇറ്റ്സ് ഒരു ഓപ്പറേഷണൽ രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇപ്പോൾ മറ്റേ ക്വസ്റ്റ്യൻ പറയാൻ നമ്മുടെ ഡെത്തോസ് വ്ലോഗ് ഇവിടെ ഇല്ലേ? സോ എനിവേ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് പറയാം കേട്ടോ ഡെത്തോസ് വ്ലോഗ്. ഞാൻ ഡെത്തോസ് വ്ലോഗിൻ്റെ ക്വസ്റ്റ്യൻ ഓർക്കുന്നുണ്ട്. ഹാഡിൻ്റെ യൂസേജ് അല്ലേ ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ്, അത് പറഞ്ഞു തരാമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഇപ്പോൾ ഡെത്ത് വ്ലോഗിനെ കാണുന്നില്ല. സോ ഹോപ്പ് വി വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസർ മസ്റ്റായിട്ട് ഇടുക. സജഷൻസ് ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഷെയർ ഇറ്റ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, യുവർ കൊളീഗ്സ് എല്ലാവരിലോട്ടും എത്തിക്കാൻ ശ്രമിക്കുക. ആൻഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഇസ് സോ യൂസർ ഫ്രണ്ട്ലി. നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ക്വസസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക കോഴ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുമ്പോഴും റിഡക്ഷൻ കിട്ടും കേട്ടോ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ. ഓക്കെ അക്ഷയ്, ബൈ, ടേക്ക് കെയർ. ഓരോ ഫോറിൻ വേർഡ്സ് ആയിട്ട് നിങ്ങൾ എന്നെ കൊടുക്കാൻ വരുവാണല്ലേ, ഐ നോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ എവറി വൺ. ഹാവ് എ വണ്ടർഫുൾ ഡേ. അതുപോലെ തന്നെ സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. മറക്കണ്ട, ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ സി യു.